നിരവധി സ്ഥാപനങ്ങളിൽ എനിക്ക് പോകാൻ അവസരം കിട്ടും, പരിശോധനയും ഒക്കെ ആയിട്ട്. പക്ഷേ അവിടെ എല്ലാം ചെല്ലുമ്പോഴും ചിരി പലരുടെയും മുഖത്ത് കാണുന്നില്ല. എങ്ങനെങ്കിലും ജീവിതം അവസാനിക്കുന്നവരെ കഴിയുക എന്നുള്ള ചിന്തയാണ്. ഭാര്യയെ വെട്ടിക്കൊന്ന ഒരാൾ ഇവിടെ കിച്ചണി സർവീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ കൊലക്കേസ് പ്രതികളുണ്ട്. 25 വർഷം ജയിലിൽ കിടന്ന ഒരാളുണ്ട്. അമ്മുമ്മയെ കൊന്ന് കഞ്ചാവ് വലിക്കാൻ പൈസയ്ക്ക് വേണ്ടി. ഈ നവോത്ഥാന നായകന്മാരായിട്ടൊക്കെ അഭിനയിച്ചവർ അവർ ജീവിതത്തിൽ നിന്ന് മാറി. അവർ തീർത്തും നമ്മളോടും അഭിനയിക്കുമായിരുന്നു. നമ്മൾ ഡിസ്പോസൽ ഗ്ലാസ് ചായ കുടിക്കുന്ന പോലെ കുടിക്കുന്നിടത്ത് കളയുന്നത്. ആ ഒരു മാനസികാവസ്ഥ നമ്മുടെ തലമുറയിൽ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ബാധിച്ചിട്ടുണ്ട്. ഞാൻ ആകെ വിഷമിച്ച് പിന്നുള്ള ദിവസങ്ങളൊക്കെ എനിക്ക് സങ്കടത്തിൻ്റെ രാത്രി എല്ലാവരും ഉറങ്ങി കഴിയുമ്പോൾ ഞാൻ ആ കെട്ടിടം ഇപ്പോൾ ഒരു വലിയ കെട്ടിടം നിൽക്കുന്നിടം അവിടെ പോയി നിന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. എടാ എന്തൊരു മണ്ടനാ നീ. ഇപ്പോൾ എനിക്കിവിടെ എതിരെ സമരമുണ്ടായി, ഇവിടെ ഒരു നാശനഷ്ടം നടത്തി. 10-20 പേര് പോലീസ് അവരെ സപ്പോർട്ട് ചെയ്തു. അതിനൊരു ലീഡർ ഉണ്ടായിരുന്നു. ഇവിടെ സബ് ഇൻസ്പെക്ടർ വന്ന ആൾ, ഇവരെല്ലാം പേര് കേസെടുത്തു. ഹായ് ഹലോ മീഡിയ ഭാരതിന്റെ പുതിയൊരു ചാറ്റ് ഷോയിലേക്ക് സ്വാഗതം. ഞാൻ അഥീന ആൻഡ് ദിസ് ഈസ് അവർ ചാറ്റ് ഷോ ചാറ്റ് വിത്ത് അഥീന. ഇന്ന് ചാറ്റ് വിത്ത് അഥീനയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ പുനലൂർ സോമരാജൻ സാറാണ്. സർ, ചാറ്റ് വിത്ത് അഥീനയിലേക്ക് സ്വാഗതം. നമസ്തേ. ഏഷ്യയിലെ ഏറ്റവും വലിയ മതേതര കൂട്ടുകുടുംബത്തിന്റെ നാഥൻ, അതിന്റെ ഉടമയാണ് അല്ലേ? ഇങ്ങനെ ഒരു വലിയൊരു പ്രസ്ഥാനം തന്നെ സാറിന്റെ മേൽനോട്ടത്തിലാണ് കൊണ്ടുപോകുന്നത്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ ഓരോരാളും അങ്ങനെയാണ്. ഓരോരോ ആൾക്കാരുടെ മുഖത്ത് നോക്കുമ്പോഴും നമുക്കൊരു പോസിറ്റീവ് വൈബാണ് ഇങ്ങോട്ടേക്ക് പ്രകടമായിക്കൊണ്ടേയിരിക്കുന്നത്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രസ്ഥാനം വളർത്തിയെടുക്കുന്നത്, അതൊന്ന് പറഞ്ഞുതരോ? ഈ പ്രസ്ഥാനം തുടങ്ങിയത് ഒരമ്മയിലാണ്. ആരുമില്ലാത്തൊരമ്മയെ ഒരു കൊച്ചു വാടക കെട്ടിടത്തിൽ സ്വീകരിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. അത് തുടങ്ങുന്നതിൻ്റെ ഒരു പ്രചോദനം എന്ന് പറയുന്നത് എൻ്റെ കുട്ടിക്കാലത്ത് അമ്മ വേർപെട്ടു പോയി. എന്നാൽ അമ്മ ഈ ചരിത്ര കാര്യങ്ങളിലും പുരാണ കാര്യങ്ങളിലും ഒക്കെ കുറച്ച് അറിവുള്ള ആളായിരുന്നു. അപ്പം കൊച്ച് ആയിരിക്കുന്ന സമയത്ത് അമ്മ ഈ കഥകളൊക്കെ പറഞ്ഞ് കേട്ടാണ് വളർന്നത്. 12 വയസ്സാകുമ്പോൾ അമ്മ മരണപ്പെടുന്നു. അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ ഈ തെരുവിൽ അലയുന്ന ആളുകളെ വീട്ടിൽ കൊണ്ടുവന്ന് കുളിപ്പിച്ച് ഭക്ഷണം കൊടുക്കുന്ന കണ്ടു ഞാൻ വളർന്നു. അതായത് പട്ടിക്കുഞ്ഞുങ്ങളെപ്പോലും തെരുവിൽ കണ്ടാൽ അതിനെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് വളർത്തുന്ന അങ്ങനത്തെ രീതിയായിരുന്നു. അച്ഛനൊരു ഗവൺമെൻറ് സർവീസിലായിരുന്നു. അപ്പം അത് എന്നെ നല്ലതുപോലെ സ്വാധീനിച്ച് പിന്നീട് എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞ് പാരൽ കോളേജ് കുറേയധികം കാലം അങ്ങനെ പോയി. പിന്നെ ബിസിനസ് മേഖലകളിലൊക്കെ ആയി. അപ്പോഴും എല്ലാം എനിക്ക് കുറേ സംഘടനാ പ്രവർത്തനങ്ങളുണ്ടായിരുന്നു, സാംസ്കാരിക പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴും എനിക്കൊരു കാരുണ്യ ചിന്ത അത് ഞാൻ പ്രായോഗികമാക്കുകയും മറ്റുള്ളവരെ സഹായിക്കുന്നതിലൊക്കെ താല്പര്യം എടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് 2002 ഒരു സാംസ്കാരിക സംഘമായി ഗാന്ധി ഫണ്ട് രൂപം കൊടുക്കുന്നത്. ഡോക്ടർ സുകുമാർ അഴീക്കോട് ഉദ്ഘാടനം ചെയ്തു. പിന്നെ 2003 തെരുവിൽ കണ്ട ഒരു അമ്മയുമായി ഒരു 2 മുറി കെട്ടിടത്തിൽ വാടക കെട്ടിടത്തിൽ ആരംഭിച്ചതാണ് ഈ പ്രസ്ഥാനം. പാറുക്കുട്ടിയമ്മ ഞാനിവിടെ കണ്ടു. പാറുക്കുട്ടിയമ്മ ബ്ലോക്ക് കണ്ടു, പാട്ടിയമ്മ ബ്ലോക്ക് കണ്ടു. പാട്ടിയമ്മ ഉണ്ടായിരുന്നു സർസിപിയുടെ ജ്യേഷ്ഠൻ്റെ, സർസിപി രാമസ്വാമി ഇവിടെ ദിവാനായിരുന്ന അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ ചെറുമകളായിരുന്നു. ആണോ? അപ്പോൾ അവരും ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മമാരിൽ തുടങ്ങി പിന്നെ വന്ന എല്ലാവരെയും സ്വീകരിച്ചു. ഒരു ഘട്ടം വന്നപ്പം വാടക കെട്ടിടങ്ങൾ പോരാതെ വന്നു. അപ്പം ഞങ്ങൾ താമസിച്ച വീടും പ്രോപ്പർട്ടിയൊക്കെ വിറ്റിട്ട് ഇവിടെ സ്ഥലം വാങ്ങുന്നു, കൊച്ചു ഷെഡുകളൊക്കെ കിട്ടുന്നു. അങ്ങനെ ആകുന്നു. വരുന്ന എല്ലാവരെയും സ്വീകരിച്ചിരുന്നു. അങ്ങനെ എല്ലാ വിഭാഗം ആളുകളുള്ള, ചിലപ്പോൾ ലോകത്ത് തന്നെ എല്ലാവരും കൂടെ ഒന്നിച്ച് താമസിക്കുന്ന സ്ഥാപനം കാണത്തില്ല. ഓൾഡ് ഏജ് ഉണ്ട്, കുട്ടികളുണ്ട്, ഭിന്നശേഷിയുള്ളവരുണ്ട്, പാലിയേറ്റീവ് ഉണ്ട്, അംഗപരിമിതരുണ്ട്, HIV ബാധിതരുണ്ട്, അങ്ങനെ ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്. ഇവരെല്ലാം കൂടെ ഒന്നിച്ച് താമസിക്കുന്നവരുടെ എങ്ങുമില്ല. ഏഷ്യയിലെ ഏറ്റവും വലിയ മതേതര കൂട്ടുകൂടും. അത് തുടങ്ങിയപ്പോഴേ ചിന്തിച്ചിരുന്ന് ഈ സ്ഥാപനം ഒരു മതേതര കാഴ്ചപ്പാടുള്ള സ്ഥാപനമാകണം. പിന്നെ പുറത്തു ഈ പണം പിരിക്കരുത്, സമൂഹം തേടി ഇങ്ങോട്ട് വന്ന് സഹായിക്കണം. പിന്നെ
വരുന്ന എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം. ഇങ്ങനെയൊക്കെ കുറേ ചിന്തകളുണ്ടായിരുന്നു. വരുന്ന എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക മാത്രമല്ല, ഇവിടെ ഗേറ്റ് കടന്ന് ഓരോ ആൾക്കാരും അകത്തേക്ക് വരുമ്പോൾ വളരെ പ്ലസന്റ് ആയിട്ട് അങ്ങനെ ഒരു പൂർണ്ണ പുഞ്ചിരിയോടെ, മനസ്സ് നിറഞ്ഞുള്ള പുഞ്ചിരിയോടെയാണ് ഓരോ ആൾക്കാരും അത് ഇതിൻ്റെ ഒരു സിസ്റ്റമാണ്. അപ്പം ഞാൻ അങ്ങനെയായിരുന്നു. എൻ്റെ ഒരു ലൈഫ് സ്റ്റൈല് നമസ്തേ പറഞ്ഞ് എല്ലാവരെയും സ്വീകരിക്കുക എന്നുള്ളതായിരുന്നു. അത് കണ്ട് എൻ്റെ സഹപ്രവർത്തകരും അങ്ങനെ മാറി. പിന്നീട് ഇവിടെ വരുന്ന എല്ലാവരും, ഇവിടെ താമസക്കാരെല്ലാം അങ്ങനെ മാറി. അപ്പോൾ സ്വാഭാവികമായി ഞാൻ ഈ പലപ്പോഴും ഈ ഇത്തരം അഭയകേന്ദ്രങ്ങൾ സന്ദർശിക്കുന്ന ആളാണ്. ഇപ്പോഴും ഉണ്ട്, നേരത്തെയും സന്ദർശിച്ചിരുന്നു. ഇപ്പം ഞാൻ ഈ ഇത്തരം സ്ഥാപനങ്ങൾക്ക് അംഗീകാരം കൊടുക്കുന്ന ഓർഫനേജ് കൺട്രോൾ ബോർഡുണ്ട് കേരള ഗവൺമെൻറ്റിൻ്റെ. ആ ബോർഡിൽ അംഗമായതുകൊണ്ട് നിരവധി സ്ഥാപനങ്ങളിൽ എനിക്ക് പോകാൻ അവസരം കിട്ടും, പരിശോധനയും ഒക്കെ ആയിട്ട്. പക്ഷേ അവിടെ എല്ലാം ചെല്ലുമ്പോഴും ചിരി പലരുടെയും മുഖത്ത് കാണുന്നില്ല. എങ്ങനെങ്കിലും ജീവിതം അവസാനിക്കുന്നവരെ കഴിയുക എന്നുള്ള ചിന്തയാണ്. അപ്പോൾ അതെല്ലാം എന്നെ ഈ കാഴ്ചകൾ, ഇവിടെ ഉള്ളവർ ചിരിക്കണം, വേദനയിലും ചിരിക്കണം, സന്തോഷിക്കണം, അവർ ഈ സ്ഥാപനത്തെ ഭരിക്കണം, അങ്ങനെയൊക്കെ ആലോചിച്ച് അങ്ങനെ പ്രായോഗികമാക്കി. അത് വലിയൊരു സന്തോഷമായി. അവരോടൊപ്പം താമസിക്കുക, അവരിൽ ഏറ്റവും ചെറിയ സൗകര്യങ്ങൾ താമസിക്കുക. എൻ്റെ വീട് കണ്ടു, ആ കുടിലല്ലേ, കയറി നോക്കി, അതിനകത്ത് കയറി നോക്കണം. അതായത് ഞാനത് തീരുമാനം എടുത്തത് എല്ലാവർക്കും ഒരു മുറിയാകുന്ന കാലത്ത് മതി എനിക്കൊരു വീട്. പണ്ടുണ്ടായിരുന്നതെല്ലാം കൊടുത്തിട്ടാണ്. അപ്പം വളരെ ചുരുങ്ങിയ സൗകര്യത്തിൽ താമസിക്കുക. അപ്പം എന്താണെന്ന് വെച്ചാൽ അവർക്ക് നമ്മളോട് ഭയങ്കരമായ സ്നേഹം ഉണ്ടാകും. അവരിൽ ഒരാളായിട്ട് അവർ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണമെന്നുള്ള ചിന്ത എനിക്കുണ്ട്. പിന്നെ ഇതൊരു സർക്കാർ സംവിധാനം പോലെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റായി തിരിച്ചിട്ടുണ്ട്. അത് ഏറ്റവും നല്ല ഭക്ഷണം, അത് പരിശോധിക്കാൻ ആളുണ്ട്, അത് അവരെയും പരിശോധിക്കാൻ ആളുണ്ട്. ഇതിനകത്തെല്ലാം വിജിലൻസും എല്ലാ പ്രവർത്തനവും ഇതിനകത്ത് തന്നെയുണ്ട്. അപ്പം എപ്പോഴും ക്വാളിറ്റി നിലനിർത്തുക, സ്നേഹം നിലനിർത്തുക, മികച്ചത് നൽകുക, അങ്ങനൊരു ചിന്ത വന്നു. അതാണ് ഒരുപാട് അംഗീകരിക്കപ്പെട്ടു. ഈ ഗാന്ധി ഭവൻ എന്ന പേര് ഓപ്റ്റ് ചെയ്യാനായിട്ടുള്ള റീസൺ എന്താ? ഗാന്ധി ഭവൻ എന്നുള്ള പേര് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ കുട്ടിക്കാലവും ചെറുപ്പകാലവും ഒക്കെ നല്ല വായിക്കുന്ന ഒരാളായിരുന്നു. യേശുക്രിസ്തുവിനെ വായനയിലൂടെ എനിക്ക് ഇഷ്ടപ്പെട്ട്, ശ്രീനാരായണ ഗുരുവിനെ എനിക്ക് വായനയോട് ഇഷ്ടപ്പെട്ടു, ഗാന്ധിയെ വായിച്ചപ്പോഴും എനിക്ക് വളരെ ഇഷ്ടമായി, പരിശുദ്ധ ഖുർആൻ വായിച്ചപ്പോൾ അതിലൊരുപാട് നല്ല കാര്യങ്ങൾ എനിക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഇവരെല്ലാം എൻ്റെ മദർ തെരേസ, ഇവരെല്ലാം എൻ്റെ മനസ്സിലുണ്ടെങ്കിലും ഞാനൊന്ന് മൊത്തത്തിൽ അവലോകനം ചെയ്തപ്പോൾ ഈ ഗാന്ധിയെപ്പോലെ സ്വാധീനമുള്ള ഒരാൾ ഈ ലോകത്തില്ല. അത് ഞാൻ പ്രത്യേകമായി കണ്ടത് സത്യം. എൻ്റെ ദൈവം സത്യമാണ്, സത്യം മാത്രമാണ് എന്ന് ഗാന്ധി പറഞ്ഞ ഒരു വാക്യം. പിന്നെ അഹിംസ, ഈ ഗാന്ധി സത്യമേ പറയത്തുള്ളായിരുന്നു, സത്യമേ ചെയ്യത്തുള്ളായിരുന്നു. അഹിംസയായിരുന്നു ഗാന്ധിയുടെ ജീവിത ദൗത്യം. അപ്പോൾ ഇത് രണ്ടും ഒത്തുചേരുന്ന ഒരാളെന്നുള്ള നിലയിൽ ഗാന്ധിജിയുടെ പേര് സ്വീകരിക്കുകയും ഗാന്ധിജിയുടെ ഒരു മാർഗം സ്വീകരിക്കുകയും. ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ മൈൻഡ് ഒരു ലെഫ്റ്റ് മൈൻഡാണ്, ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എൻ്റെ അച്ഛൻ. ആ ചിന്തകളൊക്കെ എൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ പോലും ഈ കാറൽ മാർക്സും ഗാന്ധിയും കൂടെ ഒന്നായി ചേരുന്ന ഒരു ചിന്തയാണ് എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഗാന്ധിയെ ഏറെ ഇഷ്ടപ്പെട്ടു. ഗാന്ധിയുടെ സഹനം, ആ ഒരു ചിന്തയാണ് ഗാന്ധി ഭവൻ്റെ പേര് കൊടുക്കാൻ കാര്യം. ഗാന്ധി ഭവൻ ഇൻ്റർനാഷണൽ ട്രസ്റ്റ് എന്നാണ്. 2002 സ്റ്റാർട്ട് ചെയ്തു. 2002 സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഏറ്റവും വലിയ ഒരു മോഹമായിട്ട് പറഞ്ഞിട്ടുണ്ടായത് ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ കാണുക എന്നുള്ളത്. ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ APJ അബ്ദുൽ കലാമിന് 3 വർഷത്തോളം കത്തെഴുതിയതിന് ശേഷമാണ് സാർ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് തയ്യാറായത്. അപ്പോൾ അബ്ദുൽ കലാം സാറിനെ നേരിട്ട് കണ്ട ആ നിമിഷത്തെ ഒന്ന് ഓർത്ത് പറയോ? കലാം സാറിനെ കണ്ട നിമിഷം എന്ന് പറയുന്നത് അത് വിവരിക്കാൻ കഴിയാത്തൊരനുഭവമായിരുന്നു. അദ്ദേഹം കൂടെ കാറിൽ വന്നിറങ്ങി, വലിയ പോലീസ് സന്നാഹങ്ങളുണ്ടായിരുന്നു.
അപ്പം അതെല്ലാം ഭേദിച്ച് അദ്ദേഹം എൻ്റെ അടുക്ക വേറെ സോമരാജൻ എന്ന് പറഞ്ഞ് വന്ന് എന്നെ കയറി പിടിച്ച്. പിന്നെ ഈ കുട്ടികൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ നിന്ന് കുട്ടികളുടെ അടുത്തേക്ക് പോയി. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ഇതിനകത്ത് സഞ്ചരിക്കേണ്ട റൂട്ടൊക്കെ നേരത്തെ തീരുമാനിച്ചെങ്കിലും അദ്ദേഹം ഇവിടെ കണ്ട അമ്മമാരച്ഛന്മാർ അവരുടെ ഇടയിലേക്ക് എല്ലാവരും പോയി എൻ്റെ കൈ പിടിച്ചുകൊണ്ടാണ് പോയത്. അങ്ങനെ അടുക്കളയും വന്ന് കണ്ടിട്ട് എൻ്റെയൊക്കെ ചോദിച്ചു, നീ ഇത് എപ്പടി മാനേജ് ചെയ്യുന്നു? അപ്പം ഞാൻ ഇങ്ങനെ കൈ കാണിച്ച് ദൈവമാണെന്ന്. അല്ലേ ഇത് എപ്പടി മാനേജ് ചെയ്ത് നീ ചൊല്ല് എന്ന് എൻ്റെയൊക്കെ പറഞ്ഞു. അപ്പം എൻ്റെ കൈ പിടിക്കുമ്പോൾ തന്നെ എനിക്കൊരു വൈബ്രേഷൻ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഞാൻ ഈ കലാം സാറിനെ ഈ കേരളത്തിൽ അദ്ദേഹം പ്രസിഡന്റ് ആയതിനു ശേഷം വരുന്ന എല്ലായിടത്തും പോയി കാണാൻ പോയിട്ടുണ്ട്. പക്ഷെ പോലീസ് വലയം ഭേദിച്ച് എനിക്ക് ഒരിക്കലും അദ്ദേഹത്തിന് അടുത്തെത്താൻ കഴിഞ്ഞിട്ടില്ല. അതായിരുന്നു എൻ്റെ ഉള്ളിലെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ അത് വേദിയിൽ വന്നപ്പോൾ എനിക്ക് സീറ്റില്ല വേദിയിൽ. അത് പോലീസും കൂടെ ക്രമീകരിച്ച സീറ്റുകളായിരുന്നു. അപ്പോൾ അദ്ദേഹം കയറിയിട്ട് ഒരു സീറ്റും കൂടി ഇടിയിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ADC-യോട് പറഞ്ഞ് ഒരു സീറ്റും കൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇടിച്ചിട്ട് എന്നെ പിടിച്ച് അടുത്തിരുത്തി. ഇരുത്തിയിട്ട് അദ്ദേഹം ചോദിച്ചു, നിനക്ക് ഞാൻ എന്നെ ചെയ്യണം? അപ്പം ഞാൻ പറയാം, അങ്ങയുടെ അനുഗ്രഹം മതി. അദ്ദേഹം തൊട്ട് ബാക്കിലിരുന്ന അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി മലയാളിയായിരുന്നു, ഡോക്ടർ പ്രസാദിനോട് ചോദിച്ചു, പ്രസാദ് നമ്മ അക്കൗണ്ടിൽ എവിടെ ഇருக்கு? അപ്പം അദ്ദേഹം ഉടനെ ഈ ടാബിനകത്ത് നോക്കിയിട്ട് പറഞ്ഞു, സർ 1,11,000 ഇരിക്ക്. അപ്പോൾ ഇവനക്ക് ഒന്ന് കൊടുക്കണം, 1,00,000 ഇവന് കൊടുക്കണം. എന്നെ ചേർത്ത് പിടിച്ചു. അതെനിക്ക് വല്ലാത്ത ഒരനുഭവമായിരുന്നു. അദ്ദേഹം പിന്നീട് ഇവിടെ പറഞ്ഞത്, ഞാൻ എൻ്റെ സ്വപ്നത്തിലെ ഇന്ത്യ എനിക്കിന്ന് കാണാൻ കഴിഞ്ഞത് ഇവിടെ. കാരണം ഇവിടെ ജാതിയും മതവും സമ്പത്തും ഇല്ലായ്മയും പിന്നെ വലിയ പദവികളും ഒന്നും ഇവിടെ കാണുന്നില്ല. എല്ലാവരും സമന്മാരായിരിക്കുന്ന ആ ഒരു ഇന്ത്യയാണ്, ഒരു മാതൃകാ രാജ്യം. അപ്പം അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ ഇവിടുത്തെ പ്രോട്ടോക്കോളിൽ ഇവിടെ ഭക്ഷണം പാടില്ല. പക്ഷെ അദ്ദേഹത്തിന് ഞാൻ ചോദിച്ചു, ഒരു ടീ ഷാപ്പിടുന്നോ ചോദിച്ചപ്പോൾ പറഞ്ഞ് വാ എന്ന് പറഞ്ഞ് എൻ്റെ മുറിയിൽ വന്നു. ബാത്റൂമിലൊക്കെ കയറിയതിന് ശേഷം വന്നു, ചായ കൊണ്ടുവന്ന്, ചായ, കേക്ക്, ഈ ഒരു സൈസ് ഈ വയന ഇലയിൽ പുഴുങ്ങുന്ന തെരളി എന്നാണ് ഇവിടെയൊക്കെ പറയുന്നത്, അതൊക്കെ കൊണ്ടുവച്ച് അത് 2-3 കഴിച്ചു. എന്ന് പോകാൻ നേരത്തെ എൻ്റെയൊക്കെ പറഞ്ഞു, ഞാൻ ഇനി എൻ്റെ ഔദ്യോഗിക പരിപാടി അല്ലാതെ വരും, ഞാൻ 2 ദിവസം ഇവിടെ താമസിക്കും എന്നൊക്കെ പറഞ്ഞാൽ പോയത്. എന്നിട്ട് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നോ? അങ്ങനെ വന്നായിരുന്നോ? പിന്നെ വന്നില്ല. പിന്നീട് അദ്ദേഹം അടുത്ത സമയത്ത് തന്നെയാണ് പിന്നെ അദ്ദേഹം മരണപ്പെടുന്നത്. അപ്പോൾ അത് അദ്ദേഹത്തെ കണ്ടതും അദ്ദേഹത്തിന് ചേർത്ത് പിടിച്ചതും ഒക്കെ എനിക്കൊരു വലിയ ആവേശമായി. അതിനുശേഷമാണ് എനിക്ക് കൂടുതൽ, അപ്പം ഞാൻ കുറേ സംരംഭങ്ങളൊക്കെ ആയി, ഇതുകൊണ്ടങ്ങ് തൃപ്തിപ്പെടാം, ഇത്രയും മതി എന്നൊക്കെ ചിന്തിച്ചിരുന്ന എനിക്ക് ഈ അദ്ദേഹം നൽകിയൊരു പ്രചോദനം അതെന്നെ വല്ലാതെ കൂടുതൽ ചെയ്യാനുള്ള ആഗ്രഹം എന്നിലുണ്ടാക്കി. അതാണ് പിന്നീട് ഒരുപാട് സംരംഭങ്ങളിലേക്ക് ഞാൻ പോകാൻ തയ്യാറായത്. അബ്ദുൽ കലാമിന്റെ പേരിൽ തന്നെ ഒരു ബ്ലോക്ക് ഉണ്ടല്ലോ ഇവിടെ? ഉണ്ട്. അബ്ദുൽ കലാം സെന്റർ. അദ്ദേഹത്തിന് ഇവിടെ വന്നപ്പോൾ എടുത്ത ചിത്രം എൻ്റെ മുൻവശത്ത് തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വലിയൊരു അനുഭവമാണത്. അപ്പോൾ ആ സമയത്ത് ഈ ഒരു ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു കുടിലുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അവിടെ തന്നെയാണോ കൂട്ടിപ്പോയത്? അതിനകത്ത് കയറിയില്ല, അദ്ദേഹം നോക്കി കണ്ടായിരുന്നു അല്ലേ? നീ ഇങ്ങനെയാ താമസിക്കുന്നത്? ജീവിതകാലം മുഴുവൻ ഓർത്ത് വെക്കാവുന്ന ഒരു ചേർത്ത് പിടിക്കൽ അതെനിക്കൊരു, ഞാൻ ആലോചിക്കുന്നത്, ഞാൻ ചിന്തിക്കും പലപ്പോഴും, ഗാന്ധി ഭവൻ ഉണ്ടായതുകൊണ്ടാണല്ലോ എനിക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയുന്നത്. അങ്ങനെ ഒരുപാട് മഹാന്മാർ, അവരെ കാണാനുള്ള അവസരം എനിക്ക് കിട്ടി. അതൊക്കെ എൻ്റെ ഒരു സൗഭാഗ്യമായിട്ടും അതെല്ലാം എന്നെ കൂടുതൽ താഴേക്ക് നോക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഗാന്ധി ഭവൻ വിഭാവനം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയോ? ഗാന്ധി ഭവൻ ഇപ്പം പ്രായമായ അച്ഛനമ്മമാർ, മാനസിക രോഗികളായ എല്ലാവരും, മാനസിക രോഗികൾ മാത്രം 300ഓളം പേരുണ്ട് ഇവിടെ. പിന്നെ പാലിയേറ്റീവ് അത്യാസന്ന നിലയിലായ അതും 300ഓളം പേരുണ്ട്. പിന്നെ
കുട്ടികൾ, നമ്മുടെ കുട്ടികൾ കുറേയധികം കല്യാണം കഴിഞ്ഞ് പോയിട്ടുണ്ട്. ഇവിടുന്ന് കുറേ പേര് വിദേശത്ത് പഠിക്കുന്നവരുണ്ട്. കല്യാണം കഴിഞ്ഞ് പഠിത്തം കഴിഞ്ഞ് വിദേശത്ത്, ഒരു മോള് അയർലൻഡിൽ ഉണ്ട്. കല്യാണം കഴിഞ്ഞവരൊക്കെ നല്ല കുടുംബങ്ങളിലാണ്. കാരണം നമ്മുടെ എപ്പോഴും ഒരു ശ്രദ്ധയുണ്ട്. പിന്നെ ഇപ്പോഴും തന്നെ കുറേ പേര് ഉയർന്ന MSW പഠിക്കുന്നു. ഒരു മോള്, അച്ഛനും അമ്മയൊന്നുമില്ല. ഒരു മോള് ഇപ്പോൾ സോഷ്യോളജി കഴിഞ്ഞിട്ട് അവളിപ്പോൾ സ്പെഷ്യൽ സ്കൂൾ ടീച്ചർ ട്രെയിനിങ്ങിന് പഠിക്കുന്നു. പിന്നെ ഒരാൾ ജേർണലിസം പഠിക്കുന്നു. ഒരാളിപ്പോൾ LLBക്ക് ചേർന്നു. 2 പേര് BSc ഡയാലിസിസ് പഠിക്കുന്നു. പിന്നെ ബാക്കിയെല്ലാം ഹൈസ്കൂൾ ക്ലാസ്സുകളിലും LKG മുതൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അതൊരു വലിയ സന്തോഷമായി. കുട്ടികൾ അമ്മമാർ ഇവരെല്ലാം ഒന്നിച്ച് കഴിയുന്ന ഒരിടമാണ്. അങ്ങനെ പിന്നെ ഭിന്നശേഷിയുള്ള ആളുകൾ, പിന്നെ അംഗപരിമിതരുണ്ട്. ഇപ്പോൾ 2 കൈയില്ലാത്ത ആളുണ്ട്, കാലുകളില്ലാത്തവരുണ്ട്. ഇവർക്കെല്ലാം ഓരോ വിചിത്രമായ സ്റ്റോറീസും ഉണ്ട്. കണ്ണില്ലാത്തവരുണ്ട്. അങ്ങനെ എല്ലാവരും ചേരുന്ന ഒരു കുടുംബം. അത് ഒരു സമൃദ്ധിയാണ്. പലപ്പോഴും ഇങ്ങനെ ഒന്നിച്ച് താമസിപ്പിക്കാൻ കഴിയാറില്ല പലർക്കും. അതിൻ്റെ നിയമവും അങ്ങനല്ല. ഇപ്പം നിലവിലുള്ള നിയമം അനുസരിച്ച് പ്രായമായ ഒരു ഭാര്യയും ഭർത്താവും വന്നാൽ 2 പേരെയും 2 താമസിപ്പിക്കണമെന്നാണ്. ഇവിടെ നമ്മളത് ചെയ്യുന്നില്ല. ഒന്നിച്ച് താമസിക്കും, അവർക്കൊരു മുറി കൊടുക്കും. പിന്നെ ഇവിടെ 2 പ്രായമായവർ തമ്മിൽ അവർക്ക് ആരുമില്ല, കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള കല്യാണം കഴിപ്പിച്ചിട്ടുമുണ്ട്. അങ്ങനെയുണ്ട് ഇവിടെ അവർക്ക് ഒന്നിച്ച് താമസിക്കാൻ. അപ്പോൾ നമ്മുടെ ഇവിടെ ഗാന്ധിപൻ്റെ ഒരു ചിന്ത, മനുഷ്യൻ വളരെ സന്തോഷത്തോടെ ജീവിതം ആസ്വദിച്ച് കഴിയണം, എന്നാൽ ആവശ്യമായ നിയന്ത്രണമുണ്ട്. അതെല്ലാം സന്മാർഗമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. ഇതാണ് നമ്മുടെ അഭയകേന്ദ്രങ്ങളെ സംബന്ധിച്ചുള്ള പ്രവർത്തനം. പിന്നെ നമുക്ക് ലഹരി ചികിത്സാ കേന്ദ്രമുണ്ട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളെ ചികിത്സിക്കുന്ന സെൻറ്റർ നമ്മുടെയാണ്. അടൂർ എന്ന സ്ഥലത്താണ്. അത് ഒരു 45 പേരെ ഒരു മാസം ചികിത്സിക്കും. ആ ഒരു മാസം ഫുള്ളായിട്ട് ചികിത്സിക്കും. ചികിത്സ കഴിഞ്ഞ് പോയ 2 വർഷം അവരെ ഫോളോ അപ്പ്, അവരെ വിളിച്ചു വരുത്തുകയും കാണുകയൊക്കെ ചെയ്യും. റീഹാബിലിറ്റേഷൻ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഭിന്നശേഷി സ്കൂള്, സ്പെഷ്യൽ സ്കൂൾ, അതിപ്പം മിക്കവാറും എല്ലാ തെറാപ്പികളും ഉണ്ട്. ഏതാണ്ട് 100ഓളം 18 വയസ്സിന് താഴെയുള്ള കുട്ടികളും 100ഓളം അതിന് മേലുള്ള കുട്ടികളുണ്ട്. അവർക്ക് വൊക്കേഷണൽ ട്രെയിനിങ് പരിശീലനമുണ്ട്. പിന്നെ നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ ഭിന്നശേഷി വില്ലേജ് ആരംഭിച്ചിട്ടുണ്ട്. ഒരു 2.5 ഏക്കർ സ്ഥലം ഒരു മനോഹരമായ ഒരു ഗാർഡനാക്കി മാറ്റി അതിൽ ഈ കുട്ടികൾ ലോറി ബക്കർ മോഡൽ കെട്ടിടങ്ങളൊക്കെ ചെയ്ത് താമസിക്കുന്ന സംരംഭങ്ങളുണ്ട്. ഓൾഡ് ഏജ് ഹോമുകൾ 22 വെളിയിലുണ്ട്. ഇതുകൂടാതെ ഇത്രയും പ്രവർത്തനങ്ങൾ നൽകുന്നുണ്ട്. പിന്നെ നിയമസഹായമുണ്ട്. കേരള ലീഗൽ സർവീസ് അതോറിറ്റി, ഹൈക്കോടതിയുടെ കീഴിലുള്ള ഒരു ലീഗൽ എയ്ഡ് യൂണിറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഏത് കേസുകളും ഇവിടെ സൗജന്യമായിട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. 3 മാസത്തിലൊരിക്കൽ മെഗാ അദാലത്ത് നടന്ന് ഹൈക്കോടതിയിലെ ജഡ്ജി ഇവിടെ കാണും. തീർപ്പ് കൽപ്പിച്ചാൽ ആ കേസ് അതോടെ തീർന്നു. പിന്നെ അതിനകത്ത് അപ്പീലില്ല. വനിതാ കമ്മീഷൻ്റെ ഒരു യൂണിറ്റ് പ്രവർത്തിക്കുന്നു. പിന്നെ ഗാർഹിക പീഡന കേസെടുക്കാൻ ഗവൺമെൻറ് നിയമിച്ചിട്ടുള്ള സ്ഥാപനമാണ്. അപ്പോൾ ഒരു സ്ത്രീ വീട്ടിൽ പീഡിപ്പിക്കപ്പെട്ടാൽ ഇവിടെ വന്നൊരു പരാതി തന്നാൽ ബാക്കി അവരുടെ കാര്യമെല്ലാം ഗാന്ധിഭവൻ നോക്കും. ഇനി അവർക്ക് അവരുടെ വീട്ടിൽ പിന്നെ ഭർത്താവ് ആണ് ശല്യക്കാരനെങ്കിൽ ഭർത്താവിൻ്റെ പേരുള്ള വീടായാലും അയാളെ ഒഴിവാക്കിക്കൊണ്ട് ഇവരെ താമസിപ്പിക്കാനുള്ള പ്രൊട്ടക്ഷൻ വാങ്ങിക്കൊടുക്കാൻ നമുക്ക് പറ്റും. ഇനി എങ്ങും പോകാനില്ലാത്തവരുടെ കേസ് തീരുന്നവരെ ഇവിടെ വനിതകൾക്ക് വേണ്ടി ഒരു ഷെൽട്ടർ ഹോമുണ്ട്. പിന്നെ ഭിന്നശേഷി കമ്മീഷണറുടെ ഒരു അഡ്വൈസറി സെൻറ്റർ ഇവിടെ ഉണ്ട്. ഭിന്നശേഷിയുള്ളവർക്കുള്ള പ്രയാസങ്ങൾ ഇവിടെ പറഞ്ഞാൽ ഭിന്നശേഷി കമ്മീഷണറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളത് സാധ്യമാക്കി കൊടുക്കും. പിന്നെ ഈ വാഹനങ്ങളിൽ മദ്യപിച്ച് ഓടിക്കുക, തെറ്റായി ഓടിക്കുക, വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കുക, അങ്ങനെയുള്ളവരെ പിടികൂടിയാൽ അവരെ ഇവിടെ വിടും. ഇവിടെ വിട്ട് അവിടെ 5 ദിവസം ട്രെയിനിങ് ഉണ്ട്.
ഇവിടെ ജോലി ഉൾപ്പെടെ. അത് അങ്ങനെ ഒരു സെൻറ്റർ, ഇവിടെ ഒന്നും ഇല്ലാണ്ട് അങ്ങനെ ഒരു സെൻറ്റർ ഇപ്പം ഈ ട്രാൻസ്പോർട്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പിന്നെ ട്രെയിനിങ് സെൻറ്റർ ഇവിടെ ആരംഭിക്കാൻ പോകുന്നു. അടുത്ത മാസം തുടങ്ങും. അപ്പോൾ ഇത് പലപ്പോഴും ഗവൺമെൻറ്റിൽ നമ്മൾ ഏറ്റെടുക്കുന്ന ഇതൊക്കെ ഫ്രീ സർവീസായിട്ടാണ് ചെയ്യുന്നത്. കുറേ സ്റ്റാഫുകൾക്ക് ശമ്പളം ഗവൺമെൻറ്റിൽ നിന്നൊക്കെ കൊടുക്കുന്നുണ്ട്, ബാക്കിയെല്ലാം ഫ്രീ സർവീസാണ്. അപ്പം സർക്കാരിന് ബാധ്യതയില്ലാതെ ചെയ്യും. അതുപോലെ ജയിൽ മോചിതരാകുന്ന ആളുകളെ പാർപ്പിക്കുന്നൊരു സെൻ്ററുണ്ട്. അവരെന്ത് ചെയ്യും? ജയിലിൽ നിന്ന് ജീവപര്യന്ത ശിക്ഷ കഴിഞ്ഞിട്ട് ശിക്ഷ തീർന്നു വീട്ടിൽ പോകാൻ ഭയപ്പെടുന്നവരുണ്ട്. നാട്ടിൽ ചെന്നില്ല. ഇപ്പോൾ ഭാര്യയെ വെട്ടിക്കൊന്ന ആളുകളുണ്ട്. ഭാര്യയെ വെട്ടിക്കൊന്ന ഒരാൾ ഇവിടെ കിച്ചണി സർവീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ കൊലക്കേസ് പ്രതികളുണ്ട്. 25 വർഷം ജയിലിൽ കിടന്ന ഒരാളുണ്ട്. അമ്മുമ്മയെ കൊന്ന് കഞ്ചാവ് വലിക്കാൻ പൈസയ്ക്ക് വേണ്ടി. ഇങ്ങനെ കുറേ ആളുകളുണ്ട്. അവരിൽ മാറ്റം കാണുന്നുണ്ടോ? ഭയങ്കര മാറ്റമുണ്ട്. അവർ നാട്ടിൽ പോകാൻ പേടിയുള്ളതുകൊണ്ട് അവർ എന്താന്ന് വെച്ചാൽ പറയും ഞങ്ങളെ ഏതെങ്കിലും കേന്ദ്രത്തിലാക്കണം. അപ്പോൾ ഗവൺമെൻറ് അല്ല കോടതികൾ നിശ്ചയിക്കും. കോടതി ഹാജരാക്കിയിട്ടാ ഗാന്ധിഭവനിൽ പോകാമെന്ന്. അപ്പോൾ കോടതി നേരിട്ട് ഏൽപ്പിക്കുന്നത്. അപ്പം ഇവരെല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. ഇവർ പല ആളുകളും ചില ജോലികൾ ചെയ്യുന്നുണ്ട്. ചിലർ മാനസിക രോഗികളായി മാറിയിട്ടുണ്ട്. അങ്ങനെയുള്ളവരെല്ലാം ഇവിടെ വസിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലായത് ഈ കൊലക്കേസ് ശിക്ഷയൊക്കെ കഴിഞ്ഞ് വരുന്നവർ പലപ്പോഴും ഉപദ്രവകാരികളല്ല. അവരത് ഈ പശ്ചാത്തപിക്കുന്നുണ്ട്. പക്ഷെ മോഷണ കേസ് പ്രതികളായിട്ടുള്ള ചില ആളുകൾ വന്നിട്ടുണ്ട്. കുറേ കഴിയുമ്പോൾ അവരിങ്ങ് തിരിച്ച് ഒരു തൊഴിലിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെയുണ്ട്. പിന്നെ ഹൈ റിസ്ക് ചിലപ്പോൾ നമ്മൾ ഏറ്റെടുക്കാറുണ്ട്. എങ്ങനെയുള്ളത്? ഇപ്പം മനുഷ്യക്കടത്തിൽ പിടിച്ച 9 ശ്രീലങ്കൻസിനെ ഇവിടെ ഏറ്റെടുത്ത് കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് എടുത്തത്. അതിലൊരാൾ ഗർഭിണിയായിരുന്നു. ഒരു കുട്ടി ഓട്ടിസം ക്രോണിക്കാണ്. അവരിവിടെ വന്നു. ഇപ്പം 4 വർഷമായി. 3 മാസത്തേക്ക് വിട്ടതാണ്. തിരിച്ചു പോകണ്ടെന്ന് പറഞ്ഞോ? തിരിച്ചു പോകാനുള്ള നടപടികളാവുന്നില്ല. അപ്പോൾ അത് ഹൈ റിസ്ക്കാണ്. ഇവർക്ക് ഇവരുടെ ഭക്ഷണം വേണം, ഇവരുടെ രീതിയിൽ ഇവരെ മാനേജ് ചെയ്യണം. ഓട്ടിസം കുട്ടിക്ക് നിരന്തരമായ ചികിത്സ ട്രിവാൻഡ്രത്ത് കൊണ്ടുപോകണം. പിന്നെ ഒരു ഗർഭിണി ഉണ്ടായിരുന്നു, പ്രസവിച്ചു. ആ കുഞ്ഞിന് 4 വയസ്സായി. രണ്ടാമത് ഈ ഓട്ടിസം കുട്ടിയുടെ അപ്പനും അമ്മയും ഉണ്ടായിരുന്നു. അത് ഗർഭിണിയായി, അത് പ്രസവിച്ചു. ആ കൊച്ചിനിപ്പം 7 മാസമായി. അപ്പോൾ 4-4.5 വർഷങ്ങളായി അവർ നമ്മൾ പോറ്റേണ്ടി വരുന്നു. ഇതിനൊന്നും എക്സ്പെൻസ് ആരും തരുന്നില്ല. ഇവർക്ക് പോകാനുള്ള നിയമം നമ്മൾ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ട് ഇവരെ മടക്കി അയക്കണം. ഹൈക്കോടതി കേന്ദ്രത്തിന് നിർദ്ദേശം കൊടുത്തു അവരെ മടക്കി അയക്കാൻ നടപടിയെടുക്കണം. അപ്പോൾ കേന്ദ്രം അത് NIAക്ക് കൊടുത്തു. NIAയുടെ അന്വേഷണം നടന്നു വരികയായിരുന്നു. ഇപ്പോൾ NIAയുടെ അന്വേഷണത്തിൽ അവർ കുഴപ്പക്കാരല്ലെന്നാണ് പറയുന്നത്. അവരെ ഒരു ഏജൻറ്റ് കളിപ്പിച്ചതാണ്. കാനഡയിലേക്ക് പോകാൻ ഒരു ബോട്ടിൽ കയറ്റി പൈസ എല്ലാം മേടിച്ചിട്ട് വിട്ടതാണ്. കൊല്ലം കടലിൽ വെച്ച് പോലീസ് പിടിച്ചു. അങ്ങനെ ജയിലിലായപ്പോഴാണ് ഹൈക്കോടതി നിരീക്ഷിച്ചപ്പം ഓട്ടിസം കുട്ടിയും ഗർഭിണിയും ഒക്കെ ആയ ടീമിനെ ഗാന്ധി ഭവനിലേക്ക് പോകണം. അപ്പം അങ്ങനെയൊക്കെയുള്ള ഹൈ റിസ്ക് വരാറുണ്ട്. അതേപോലെ നൈജീരിയക്കാർ, പിന്നെ കെനിയ, ഇവരെയൊക്കെ ഈ മയക്കുമരുന്നുമായിട്ട് പിടിക്കുന്നതുകൊണ്ട് അനധികൃതമായി വിസയൊന്നും ഇല്ലാതെ സഞ്ചരിക്കുന്നത്. അതൊക്കെ പിടിക്കുമ്പോൾ ഇങ്ങോട്ട് വിടും. അപ്പോൾ അവരെ ടേക്ക് കെയർ ചെയ്യുന്ന ആ ഒരു ഉണ്ട്. അത് കുറെ കഴിയുമ്പോഴത്തേക്ക് ഡീപ്പോർട്ട് ചെയ്ത് അവരെ കൊണ്ടുപോകും. എങ്കിലും ചിലർ ഭയങ്കര പ്രയാസം ഉണ്ടാക്കും. ഒരു കെനിയക്കാരി എന്ന് പറഞ്ഞാൽ അവളെ നമുക്ക് മാനേജ് ചെയ്യാനൊക്കത്തില്ല. ഒരുപാട് മേക്കപ്പ് സാധനം വേണം. ഇവർ നമ്മൾ കഴിക്കുന്ന ഒരു ദിവസം ഈ മുടി പിരിഞ്ഞിരിക്കും, അടുത്ത ദിവസം മുടിക്ക് ചുവന്ന കളറാകും, മറ്റു ദിവസം പച്ച കളറായി. ഇതെല്ലാം അവർക്ക് ഒരു നമ്മൾ വാങ്ങിക്കൊടുക്കണം, അല്ലേ പ്രശ്നം ഉണ്ടാക്കും. ഇങ്ങനെയൊക്കെയുള്ള ഹൈ റിസ്ക് കേസുകളൊക്കെ വരാറുണ്ട്. എന്തായാലും ശരി, ആ കൂടി നോക്കുമ്പോൾ നമ്മൾ ഇതിനെ ആസ്വദിച്ച് ഒരു ഹാപ്പി മൂഡിൽ കൊണ്ടുപോകുന്നു. സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തുന്നവരെ.
പിന്നെ ഗാന്ധി എന്ന് പേരുള്ള നാടകമൊക്കെ കണ്ടല്ലോ, നാടകം പോലുള്ള കലാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും ഒരു പ്രചോദനം നൽകുന്നുണ്ട്. സാറിന് എങ്ങനെ കലാപരമായിട്ട് കഴിവുകളുള്ള ഒരു വ്യക്തിയാണോ? ഞാൻ കലയോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ എഴുതുമായിരുന്നു, ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലൊക്കെ എഴുതുമായിരുന്നു. 2 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. 2 പുസ്തകങ്ങൾ എഴുതുന്നു. പിന്നെ നാടകം എഴുതിയിട്ടുണ്ട്, നാടക ട്രൂപ്പിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ട്, പ്രൊഫഷണൽ. പിന്നെ കുട്ടി നാടകങ്ങളൊക്കെ ഈ മത്സരങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതെനിക്കൊരു നാടകത്തോട്ട് വലിയ ആവേശമുണ്ട്. പിന്നെ ഈ നാടകം, കഥാപ്രസംഗം, ഈ കലകൾ നമ്മുടെ സംസ്കാരത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്, സാമൂഹ്യമുള്ളത്. അതെപ്പോഴും എന്നെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞാൻ ആലോചിച്ച് ഒരു നാടകത്തിൻ്റെ പദ്ധതി നമുക്ക് ആരംഭിക്കാം. അങ്ങനെ മതേതര കാഴ്ചപ്പാടിനെ ആധുനികമായ രീതിയിൽ അവതരിപ്പിക്കുന്ന നവോത്ഥാനം എന്നൊരു നാടകം ചെയ്ത്. പക്ഷെ ആ നാടകം നഷ്ടം സംഭവിച്ചു, വലിയ നഷ്ടം വന്നു. കാരണം ഈ നവോത്ഥാന നായകന്മാരായിട്ടൊക്കെ അഭിനയിച്ചവർ അവർ ജീവിതത്തിൽ നിന്ന് മാറി. അവർ തീർത്തും നമ്മളോടും അഭിനയിക്കുമായിരുന്നു. സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന, പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ അവരുടെ ഒരു രീതി, അത് നഷ്ടം വന്നു. രണ്ടാമത് ലഹരിക്കെതിരെയുള്ള യാത്ര എന്നൊരെണ്ണം ചെയ്തു. അതൊരാളിനെ ചുമതലപ്പെടുത്തിയിരുന്നു. അയാൾ ഒരുപാട് നഷ്ടം വരുത്തി. ഇപ്പം മൂന്നാമത് ഞാൻ വിചാരിച്ചു മഹാത്മാഗാന്ധി, എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. മഹാത്മാഗാന്ധി വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കുക, സ്വാതന്ത്ര്യ സമരം കാണുക. അത് വളരെ ശ്രദ്ധേയമായ നാടകമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിലെ അഭിനേതാക്കളൊക്കെ പബ്ലിക്കിലെ പ്രഗത്ഭരായ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള അഭിനേതാക്കളെ കണ്ടെത്തിയാണ് ചെയ്യുന്നത്. സാങ്കേതിക വിദഗ്ധരും അങ്ങനെയുള്ളവരാണ്. അതെല്ലാം നല്ല ഓടുന്നു. അത് കുറേ അഭിപ്രായങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നാടകം പ്രദർശിപ്പിച്ചു. ഇവിടെ പ്രദർശിപ്പിച്ച് എല്ലാ ജില്ലകളിലും പലയിടത്തും. അത് കൊച്ചിയിലൊക്കെ, എറണാകുളത്ത് 2 ഷോ കഴിഞ്ഞു, ഇനിയും വരുന്നുണ്ട്. വരുവാണെങ്കിൽ കാണണം, അത് എവിടെയെങ്കിലും കാണാൻ പറ്റിയ കാണണം. പിന്നെ ഇവിടെയുള്ള ഓരോ അന്തേവാസികളെ പറ്റി, അപ്പോൾ സാർ ഇങ്ങനെ എല്ലാ ദിവസവും ഈ ഓരോ ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചല്ലോ? എല്ലാവരെയും കാണും, എല്ലാവരും എടുത്തു പോകും. ഞാൻ ഇന്നലെ ഇവിടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടിയോട്, ഒരു മോളോട് പേര് ചോദിച്ചിട്ടുണ്ടായി. അപ്പൊ മോള് പറഞ്ഞു ദിവ്യ എന്നാ പേര് പറഞ്ഞു. ആ ദിവ്യ എന്ന പേര് പറഞ്ഞ് അതിന്റെ ഒപ്പം തന്നെ എന്നോട് പറഞ്ഞു ദൈവത്തിന്റെ മകളാണ്. അപ്പൊ എനിക്ക് വല്ലാതെ അത് ഒന്ന്, നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരെ സ്നേഹിക്കാം. അവർക്ക് നമ്മളോട് കൂടുതൽ സ്നേഹം ഉണ്ടാകും. പിന്നെ അവർക്ക് എന്ത് ആവശ്യമുണ്ടോ അതെല്ലാം സാധിച്ചു കൊടുക്കും. അവർക്ക് എന്ത് പഠിക്കണം, ഏത് കളികളിൽ ചേരണം. ഇവിടെ റോളർ സ്കേറ്റിംഗ് അടക്കം വരെ പഠിപ്പിക്കുന്നുണ്ട്, മ്യൂസിക്കും സംഗീതം എല്ലാം. അതൊരു വലിയ സന്തോഷമാണ്, വലിയ രസമാണ്. പിന്നെ അമ്മമാരോടായാലും ശരി. അപ്പോൾ എൻ്റെ അമ്മയുടെ ഇല്ലായ്മയുടെ ദുഃഖമാണല്ലോ എന്നെ ഈ നിലയിൽ. ഇപ്പോൾ ഒരുപാട് അമ്മമാർ ഇപ്പോൾ എൻ്റെ സ്വന്തം അമ്മമാരായിട്ടുണ്ട്. ആ അമ്മമാരുടെ ഒരു സ്നേഹം. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, എനിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, പ്രസിഡന്റ് ആകാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ എനിക്കൊരു സന്തോഷം ഉണ്ടാകത്തില്ല. എനിക്കിത് ജീവിതത്തിൽ വലിയ കിട്ടിയ ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്, സ്നേഹം കൊടുത്താൽ സ്നേഹം തിരിച്ചെടുക്കാം. കളങ്കമില്ലാതെ സ്നേഹിച്ച. പിന്നെ ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് ഉള്ള ആളുണ്ട് ഇവിടെ. ബ്രൂണൈ സുൽത്താനുണ്ട്. ബ്രൂണൈ സുൽത്താൻ എന്നാ പറയുന്നത്. തോമസ് എന്ന് പറയുന്നൊരു കൊടുത്ത മനോരോഗിയായിട്ട് വലിയ താടിയും ചെടിയൊക്കെ പിടിച്ച് കൊണ്ടുവന്നതാണ്. അയാൾ പറയുന്നത് ഞാൻ ബ്രൂണൈ സുൽത്താനാണ്. എന്നിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ചോദിക്കും, കാശുവല്ലം വേണോ, പ്രയാസം ഉണ്ടെങ്കിൽ പറ, 15 ലക്ഷം രൂപ ഇപ്പം തരാം. അപ്പം നമ്മൾ അദ്ദേഹത്തെ അതുപോലെ തന്നെ കാണും. അവനായിട്ട് തുടരാൻ. ഇപ്പം ഹരികുമാർ നിങ്ങൾ കണ്ടു കാണും, ഇടയ്ക്കിടയ്ക്ക് ഓടി വരും. ഹരികുമാർ പറയും, ഞാൻ പൈലറ്റാണ്, എനിക്ക് വിമാനം ഓടിക്കണം. നമ്മൾ നമുക്ക് ബുക്ക് ചെയ്യാം, 2 ദിവസത്തിനകത്ത് വിമാനം വരും. എന്നെ അച്ചാച്ചെന്നാണ് വിളിക്കുന്നത്. നമ്മൾ അച്ചാച്ചെന്നാണ് വിളിക്കുന്നത്. അച്ചാച്ചനെയും കൊണ്ട് ഡൽഹിക്ക് പോകണം. അപ്പോൾ ഹരികുമാർ ഓടിക്കാന്ന് പറയും. പിന്നെ ഗവർണറാന്ന് പറയുന്ന ആളുകളുണ്ട്. പലതരത്തിലുള്ള ഇവരെ നമ്മൾ അതായിട്ടങ്ങ് സമ്മതിക്കുക. എതിർക്കുമ്പോഴാണ്.
ഒരിക്കൽ ഗവർണർക്ക് ഇവിടെ സ്വീകരണം ഞങ്ങൾ കൊടുത്തു, ഗവർണറായ ആളിനെ. ആ. ഉം. ഗവർണർ സ്വീകരിക്കുന്ന പോലെ പാൻറ് ട്യൂബൊക്കെ വെച്ച് സ്വീകരിച്ച സന്ദർഭം ഉണ്ടായി. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ അവരോട് ചേർന്ന് നിൽക്കും, സമീപിക്കും, എന്ത് വേണമെന്ന് വെച്ചാൽ കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു കാര്യം ബോധ്യമായി, മാനസിക രോഗികൾ നമ്മുടെ ഒരു വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്നിയിൽ എവിടെങ്കിലും ഈ മാനസികാരോഗ്യത്തെ കൊണ്ട് എന്തെങ്കിലും കൊണ്ട് കളയും, അല്ലെങ്കിൽ തെരുവിലിറക്കി വിടും. അവൻ ഇറങ്ങിപ്പൊക്കോളും, പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കത്തില്ല. പക്ഷേ ഒരു മാനസിക രോഗിയെ നമുക്ക് സ്നേഹം കൊടുത്താൽ അവനെ വീട്ടിൽ പാർപ്പിക്കാം. വീട്ടിൽ പാർപ്പിക്കാമെങ്കിൽ സ്നേഹം കൊടുത്താൽ മതി. ചോദിക്കുന്ന ഭക്ഷണം കൊടുക്കണം, ഒരിക്കൽ നോ പറയരുത്. അപ്പോൾ അവർ സ്നേഹമുള്ളവരാ, ബുദ്ധിമാന്യമുള്ളവർ നല്ല സ്നേഹമുള്ളവരാ. അപ്പോൾ സ്നേഹം കൊടുത്ത് സ്നേഹം മേടിക്കാൻ പറ്റിയ ഒരു മേഖലയാണിത്. പക്ഷേ പലപ്പോഴും നമുക്ക് കഴിയാറില്ല എന്ന് പറയാൻ. ഇപ്പം ഞാൻ മുതലാളിയും ഇവിടെ കിടക്കുന്ന ആൾ പ്രജകളുമായി കഴിഞ്ഞാൽ പറ്റത്തില്ല. ഞാനും അവരും തുല്യമാണെന്നുള്ള കാഴ്ചപ്പാടാണ്. ഇപ്പം ഞങ്ങൾക്കുണ്ട് 250 പേര് ഇവിടെ സേവനം ചെയ്യുന്നുണ്ട് സ്റ്റാഫായിട്ട്. നമ്മുടെ ഓരോ സ്ഥാപനങ്ങളിലും 10, 15, 20 പേരൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാം ഒരു യൂണിറ്റായിട്ടാണ്. ഇവിടെ എല്ലാം ഒരു കുടുംബം പോലെ. ഇപ്പോൾ ഇവിടെ നിവൃത്തിയില്ലാത്ത സേവനം RD ആയിരുന്ന സേവന പ്രവർത്തകരുമുണ്ട്, ഒന്നുമില്ലാത്തവരുമുണ്ട്. പക്ഷെ അവരെ കൂടെ നമ്മൾ കരുതും. RDക്ക് നമ്മളൊന്നും കൊടുക്കണ്ട, പക്ഷേ ഇല്ലാത്ത ആളിനെ കരുതും. അവരുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കും. നമുക്ക് ആരെങ്കിലും കൊണ്ട് സ്പോൺസർമാരെ കൊണ്ട് നമുക്ക് ദാനമായി കിട്ടുന്ന വസ്തുക്കൾ പലപ്പോഴും അവർക്ക് വീതം വെച്ച് കൊടുക്കും. പല സൗഹൃദമുള്ളവരെ കൊണ്ടും അവർക്ക് വീട് വെപ്പിച്ചു കൊടുക്കും, മക്കളുടെ കല്യാണം നടത്തി കൊടുക്കും. ഇപ്പം മെഡിസിൻ പഠിക്കുന്ന കുട്ടികൾ വരെ ഉണ്ട് ഇവിടെ, നമ്മുടെ സ്റ്റാഫുകൾക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു യൂണിറ്റ്, ഒരു കുടുംബം. ഇങ്ങനെയൊക്കെ കാണുമ്പം അഭിമാനം തോന്നുന്നുണ്ടാവില്ലേ? അതെ. പിന്നെ ഓരോ കുടുംബത്തിലെയും ഉയർച്ച കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. ഇപ്പം നമുക്കിവിടെ സ്റ്റാഫ് സെക്രട്ടറിമാരുണ്ട്. ഒരു ലേഡി സെക്രട്ടറി ഉണ്ട്, ശ്രീദേവി. പിന്നെ ഇച്ചിരി വൈകല്യമുള്ള ഒരാളാണ് റജി, ജെൻസിൻ്റെ സെക്രട്ടറി. അപ്പം ഞാനടക്കം അവർ രണ്ടല്ല. എൻ്റെ ഒരു പ്രയാസം അവരെ പരിഹരിക്കണ്ടായി. എന്നെ ശാസിക്കാനും പറയാനും അവർക്ക് അധികാരമുണ്ട്. പിന്നെ ഇതിനകത്തൊരു പഞ്ചായത്തുണ്ട്, എല്ലാ വർഷവും തിരഞ്ഞെടുക്കപ്പെടുന്നത് കുടുംബാംഗങ്ങൾ. അതുപോലെ നമ്മുടെ ഡബിങ് ആർട്ടിസ്റ്റായിരുന്ന ചന്ദ്രമോഹൻ, അദ്ദേഹമാണ് പ്രസിഡന്റ്. മുമ്പും പ്രസിഡന്റ് ആയിരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ജനാധിപത്യമാണ്, അവരും ഭരണാധികാരികളാണ് എന്നുള്ള തോന്നൽ വരുത്തുക എന്നുള്ളത്. ആ ചിന്തയൊക്കെ വന്നത് ഞാൻ തുടങ്ങുന്ന കാലത്ത് തന്നെ ഒരു പഞ്ചായത്ത് മെമ്പർ ഇവിടെ അഭയം തേടി വന്നു. പിന്നെ 2 MLA-മാരുണ്ടായിരുന്നു ഇവിടെ, അന്തേവാസികളായിട്ട് 2 പേരുണ്ടായിരുന്നു. ഇവിടെ വെച്ചാൽ മരണപ്പെട്ടത് 2 കാലഘട്ടങ്ങളിലായി. പിന്നെ ഒരുപാട് പരിചയമില്ല. പിന്നെ നമ്മുടെ GP മാധവൻ ചേട്ടൻ 9.5 വർഷം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ കിട്ടും. മാധവൻ ചേട്ടൻ ഒരു വലിയ സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു, അത്യുന്നതമായ വിദ്യാഭ്യാസം നേടി, സിനിമാ ലോകത്ത് വ്യത്യസ്തമായ 600ഓളം കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. അമ്മ സംഘടനയുടെ സ്ഥാപക സെക്രട്ടറിയായി 10 വർഷമായിരുന്നു. അവസാനം വീണുപോയപ്പോൾ ആരുമില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാവുന്ന ഒരിടമായി ഇത് മാറി. പക്ഷെ ഇപ്പോൾ ഓക്കെ, ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷെ ഓരോ കുടുംബത്തിൽ നിന്നും വേണ്ടാന്ന് പറഞ്ഞ് ഉപേക്ഷിക്കുന്ന ആൾക്കാരല്ലേ ഇവിടേക്ക് വരുന്നത്. അപ്പോൾ ഇതുപോലുള്ള സംരംഭങ്ങൾ ഉണ്ടാകുമ്പോൾ ആൾക്കാർ ഇതുപോലെ കൂടുതലായിട്ട് പുറത്തേക്ക് കളയാനായിട്ട് ശ്രമിക്കും. അങ്ങനെ ഒരു തോന്നലുണ്ടാവുന്നുണ്ടോ? അങ്ങനെയൊക്കെ ആളുകൾ പറയാറുണ്ട്. പക്ഷെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, ഉപേക്ഷിക്കപ്പെടൽ ഒന്നുമില്ലെങ്കിലും ഉണ്ടാവും. അവർ തെരുവിൽ കിടക്കും. ആ സമൂഹത്തിൻ്റെ ട്രെൻഡ് അങ്ങനായി. നമ്മൾ ഡിസ്പോസൽ ഗ്ലാസ് ചായ കുടിക്കുന്ന പോലെ കുടിക്കുന്നിടത്ത് കളയുന്നത്. ആ ഒരു മാനസികാവസ്ഥ നമ്മുടെ തലമുറയിൽ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ബാധിച്ചിട്ടുണ്ട്. അത് പൊരുത്തക്കേടുകളാണ്, സ്നേഹത്തിൻ്റെ കുറവാണ്, കാരുണ്യമില്ലായ്മയാണ്, കരുതലില്ലായ്മയാണ്, ആർത്തി പിടിച്ച് നമ്മൾ ഓടുന്നതുകൊണ്ടാണ് ഇത്തരം സ്ഥാപനങ്ങളിൽ റോഡിൽ കിടക്കും. ശരി. ഇപ്പം ഇതുപോലെ സ്ഥാപനമുള്ളതുകൊണ്ട് ആരെങ്കിലും പോലീസെങ്കിലും എടുത്ത് അവിടെ കൊണ്ടാക്കും. അങ്ങനെ ഒരു സ്ഥിതി നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് മാറണമെങ്കിൽ നമ്മുടെ പുതിയ തലമുറയെ, അതിപ്പം എൻ്റെയൊക്കെ പ്രായമുള്ള ആളുകളാണ് ഈ ഒരവസ്ഥ ഉണ്ടാക്കിയത്.
ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ ഉപേക്ഷിക്കപ്പെടുന്ന കേരളത്തിലാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ യാചകരായി വന്ന് പിച്ച എടുത്തിട്ട് എപ്പോഴെങ്കിലും വീട്ടിൽ തിരിച്ചെത്തും, അല്ലെങ്കിൽ മനോനില തെറ്റിപ്പോകുന്നതാണ്. പക്ഷേ കേരളത്തിൽ അതല്ല. നിവൃത്തിയില്ലാത്തതുകൊണ്ടോ പട്ടിണിയായതുകൊണ്ടോ ഒന്നുമല്ല, സ്നേഹമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതിനെതിരെ ബോധവൽക്കരണം നടത്തണമെന്ന് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. ഞങ്ങളങ്ങനെ ഒരു പ്രചരണമുണ്ട്. മറ്റൊന്ന്, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒക്കെ പ്രായമുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞത്. ഇപ്പം ഞാനെല്ലാം പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസമൊക്കെ ചെറുതായിട്ട് വരുന്നതേ ഉള്ളൂ. വളരെ അപൂർവ സ്കൂളുകളിലേ ഉള്ളൂ. മലയാളത്തിൽ പഠിക്കുന്നു, പിന്നെ ഒരു 5ാം ക്ലാസ്സൊക്കെ ആകുമ്പോൾ ഇച്ചിരി ഇംഗ്ലീഷ്. ഇപ്പം കുട്ടികളെ മലയാളമല്ല ഇംഗ്ലീഷാണ് പഠിപ്പിക്കുന്നത്. പിന്നെ റെസിഡൻഷ്യൽ സ്കൂളുകളൊക്കെ ഈ ഒരു 50 വർഷത്തിനുള്ളിലാണ് ഒരുപാട് വളർന്നത്. അപ്പോൾ കുട്ടികളെ റെസിഡൻഷ്യൽ സ്കൂളിൽ ചേർക്കാൻ തുടങ്ങി. പണമുള്ള കുട്ടികൾ അങ്ങനെ ചേരാൻ തുടങ്ങി, പാവപ്പെട്ടവനല്ലാതെയായി. അപ്പോൾ ഈ 2 തരത്തിലുള്ള അന്തരമുണ്ടായി. പണ്ട് എൻ്റെയൊക്കെ പ്രായമുള്ളവർ പഠിക്കുമ്പം ഒരു പ്രൈമറി സ്കൂളിൽ പോയി ചേരും. കളിക്കുന്ന ആളിൻ്റെയും ചുമട്ടുകാരൻ്റെയും തഹസിൽദാരുടെയും ഒക്കെ മക്കൾ കാണും, മിങ്കിൾ ചെയ്ത് വളരെ. പിന്നെ അന്ന് നിയന്ത്രണമില്ല, പ്രത്യേക ട്യൂഷനൊന്നുമില്ല. അന്ന് സ്വന്തമായിട്ട് പഠിക്കണം. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അടുത്ത വീടുകളുമായിട്ടെല്ലാം ബന്ധമാണ്. മധുരമോ വേലിയോ ഒന്നുമില്ല. വേലിയൊക്കെ അപൂർവം ഈ റോഡ് സൈഡിലൊക്കെ ഈ മുള്ളിട്ട് ഇങ്ങനെ കെട്ടുന്നതല്ലാതെ എല്ലാ വീടുകളുമായിട്ടൊരു ബന്ധമുണ്ട്. എല്ലാ സാഹചര്യവും അറിയും. അന്ന് ജാതി മതമൊന്നും നമുക്ക് തിരിച്ചറിയത്തില്ല. അങ്ങനെയൊരു സമൂഹത്തിൽ നിന്ന് നമ്മൾ നമ്മുടെ മക്കളെ മതിൽ കെട്ടി തിരിച്ച് പ്രത്യേക സ്കൂളുകളിൽ വിട്ടു. മറ്റുള്ളവരുമായിട്ട് മിണ്ടരുത്, പങ്കുവയ്ക്കരുത് എന്നുള്ള നിലയിലായി. പഠിത്തം കഴിഞ്ഞ് വന്നാൽ ഉടനെ വീണ്ടും അടുത്തടുത്തേക്ക് ട്യൂഷന് വിടുന്നു. ഇങ്ങനെ ആയി മാറി. പിന്നെ ഈ ഇൻ്റർനെറ്റ്, ഈ സൈബർ കാലഘട്ടത്തിൽ ഈ ഫോൺ പോലുള്ള അഡിക്ഷൻ കുട്ടികളെ ബാധിച്ചു. ഇതാണ് സ്നേഹം നഷ്ടപ്പെടാൻ ഇടയായത്. പിന്നെ നമ്മുടെ സീരിയലുകളും ഒരുവിധം ബാധിച്ചിട്ടുണ്ട്. അമ്മയ്ക്കൊരു സീരിയൽ, അച്ഛൻ പിന്നെ ജോലി കഴിഞ്ഞ് വരെ അയാളെ ശ്രദ്ധിക്കാതിരിക്കും. അടുത്ത ദിവസം അയാൾ കള്ളുകുടിച്ചിട്ട് വരും. പിന്നെ അതിനെപ്പറ്റി അടിയാവും, പിള്ളേർ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ സംസ്കാരം മാറ്റിയപ്പോഴെന്താ ചെയ്ത് മാതാപിതാക്കളും യൂസ് ആൻഡ് ത്രോ ഇത് വന്നതിന് ഇവരാണ്. അല്ലാതെ കുട്ടികൾ മോശം കൊള്ളാത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് തെറ്റാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ കുട്ടികളെ നേരെ വഴി പഠിപ്പിച്ചാൽ നമുക്ക് ഒറ്റപ്പെടൽ കുറയും. പിന്നെ ഈ പെയ്ഡ് ഹോമുകൾ ഇപ്പം നമ്മൾ ഒരെണ്ണം തുടങ്ങിയിട്ടുണ്ട് പരീക്ഷണാർത്ഥം. അത് ഇവിടുന്ന് 1 കിലോമീറ്റർ അപ്പുറമാണ്. പെയ്ഡ് ഹോമുകളിൽ ദമ്പതികളാണ് ആയിട്ടുള്ളവരാണ്, പ്രായമായവരാണ്, മക്കളൊക്കെ വെളിയിലോട്ട് ഇവിടെയൊക്കെ. പെയ്ഡ് ഹോമുകൾക്ക് ഇന്ന് കേരളത്തിൽ സാധ്യതയുണ്ട്. ആ പെയ്ഡ് ഹോമുകളിൽ ഈ മക്കളെ അച്ഛനും അമ്മയ്ക്ക് നോക്കാൻ പറ്റിയില്ലേ നല്ല പെയ്ഡ് ഹോം നോക്കി കൊണ്ടാക്കാമല്ലോ, പൈസ കൊടുത്താൽ മതി. പക്ഷെ അതിനും തയ്യാറല്ലാത്തൊരു സമൂഹം വരുന്നത്. അങ്ങനെയുള്ളവരാണ് ഇവിടെ ഉപേക്ഷിക്കപ്പെടുന്നത്. വലിയ വീടുകളിൽ അമ്മമാരുണ്ട് ഇവിടെ. അപ്പോൾ അവർക്ക് ഭയങ്കര വിഷമം ഉണ്ടാവില്ലേ? ഇവിടെ വിഷമം ഉണ്ടാകത്തില്ല. കാരണം ഇവിടെ ഈ പിള്ളേരുടെ കൊച്ചുമക്കളെ പോലെ ഈ കൊച്ചുങ്ങളുണ്ട്. ഒരിക്കൽ ഒരു അമ്മയുടെ കൈകളി വെള്ളപ്പാണ്ട് പിടിച്ചു. ആ അമ്മ മോൻ്റെ കുഞ്ഞിനെ എടുത്ത് മടിയിൽ വെച്ചു, അതിനിറക്കി വിട്ട് അമ്മയോട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു കാലം നമ്മുടെ മുന്നിലുണ്ട്. ഇവിടുത്തെ അന്തേവാസി ആയതിനു ശേഷം മനസ്സ് മാറി തിരിച്ചു കൊണ്ടുപോയ അങ്ങനെയുള്ള ഇൻസിഡൻസ് കൊണ്ടുപോയിട്ടുണ്ട്. കൊണ്ടുപോയിട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ അമ്മ തിരിച്ചു വന്നു. കരുത്തിൽ 2.5 പവൻ്റെ മാലയില്ല. അപ്പം ഇവിടെ വന്നപ്പോൾ പരിശോധിച്ചപ്പോൾ ഈ വിരലിനകത്ത് കറുത്ത അടയാളം കാണുന്നു. അപ്പോൾ ഇവിടെ ഇത് കണ്ണാടി വെച്ച് നോക്കിയപ്പം ഇതിനകത്തെല്ലാം മഷി വരേണ്ട അടയാളം. ചോദിച്ചാൽ പറഞ്ഞ് കർണാടക കൊണ്ടുപോയി നമ്പും പ്രശ്നമായിട്ട് തോന്നി. ഒരമ്മയെ മോള് വന്ന് കൂട്ടിക്കൊണ്ടുപോയിട്ട് തിരിച്ചമ്മ വരുന്ന കൈ കെട്ടി തൂക്കിയിട്ടുണ്ടായിരുന്നു, അടി കൊടുത്ത്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവമുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തിനാ തിരിച്ചു കൊണ്ടുപോകുന്നത്? അത് കൊണ്ടുപോയി ഏതെങ്കിലും ആവശ്യം കാണും, എന്തെങ്കിലും സ്വത്ത് കാര്യങ്ങൾ കാണും. ഈ തിരിഞ്ഞു നോക്കാത്ത ആളുകൾ മരണം വിട്ടുകഴിഞ്ഞാൽ ചിലപ്പം ഈ അടുത്ത ഒരമ്മ മരിച്ചപ്പം അമ്മയുടെ ബന്ധുക്കളും മക്കളും എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് വന്നു ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും കാര്യം കാണും.
അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ട്. അവരുടെ സമ്പത്ത് വേണം, അവരെ വേണ്ട. പിന്നെ ഇവർക്കും കുഴപ്പമുണ്ട് കേട്ടോ. ഞാൻ ഒരിക്കൽ ഇവിടെ ഞങ്ങളുടെ എല്ലാവരും ഒരു പൊതുയോഗത്തിൽ ഞാൻ ഒരു പ്രതിജ്ഞ എടുത്ത്, ഇനി എനിക്ക് ഒരു ജന്മം കൂടെ ഉണ്ടായിന്നിരിക്കട്ടെ. ഞാൻ ഈ ജന്മത്തിൽ പുനർജന്മത്തിൽ വിശ്വസിക്കുന്ന ഒരാളല്ല. സ്വർഗവും നരകവും എല്ലാം ഇവിടെ ഉണ്ടെന്ന് കരുതുന്ന ആളാണ്. അപ്പം അതിന് ഉണ്ടായാൽ എനിക്ക് ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങുന്നതായിരിക്കും എൻ്റെ ആഗ്രഹം. അങ്ങനെ തുടങ്ങിയാൽ ഞാൻ അവിടെ ഇൻമേറ്റായിട്ട് പുരുഷന്മാരെ എടുക്കൂ, സ്റ്റാഫായിട്ടും പുരുഷന്മാരെ എടുക്കൂ എന്ന് ഞാൻ ഒരിക്കൽ ഇവിടെ പ്രതിജ്ഞ ചെയ്ത്. എൻ്റെ കാരണം എന്ന് പറയുന്നത്, ഈ അമ്മമാരെ രണ്ടുപേരെയും കൂടെ ഒരു മുറി കിടത്തിയാൽ കുറച്ച് സമയം കഴിക്കും, പിന്നീട് അവരടിയാവും. പിന്നെ റോഡിൽ നിന്ന് പോലീസ് കൊണ്ടുവന്ന എല്ലൊടി, എനിക്ക് 12 ഏക്കർ വസ്തു ഉണ്ടായിരുന്നതാണ്, നീ ഓടി അവിടെ നിന്ന്. അതുപോലെ സ്ത്രീകൾ ഇവിടെ അധികം പറ്റാത്തതുകൊണ്ടാണ് ഈ സ്ത്രീ സ്റ്റാഫുകൾ ഈ പലപ്പോഴും പലർക്കും പരസ്പരം ഇഷ്ടമില്ലാത്തതുണ്ട്. അതേസമയം ഇവിടെ പുരുഷന്മാരായ അന്തേവാസികൾ, ഞാൻ ബോൺ ക്രിമിനലായിട്ടുള്ള ആളുകളുണ്ട്. ജനിച്ചപ്പോഴേ ക്രിമിനലായി ജനിച്ചവരുണ്ട്, കുറ്റങ്ങൾ ചെയ്തവരുണ്ട്, നാട്ടിൽ വളരെ മോശമായി നടന്നവരുണ്ട്, കള്ളുകുടിച്ച് നടന്നവരുണ്ട്. പക്ഷേ ഇവരെല്ലാം നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കും. ഈ വലിയ വീട്ടിൽ നിന്ന് വരുന്ന അമ്മമാർ നിൽക്കത്തില്ല. അതെന്താണെന്ന് എനിക്ക് ഒരിക്കലും ചിന്തിച്ചിട്ട് പിടികിട്ടാത്തൊരു കാര്യമാണ്. സ്ത്രീകൾ മോശമൊന്നുമല്ല, വളരെ മിടുക്കരുണ്ട്. എന്നാൽ പലപ്പോഴും അവരുടെ ഡ്യൂട്ടി ചെയ്യാതെ മറ്റുള്ളവരെ ഇരുത്തി പറഞ്ഞു അങ്ങനെയൊക്കെ നിൽക്കുന്ന. അതുകൊണ്ട് ഞാൻ ഇനിയൊരവസരം കിട്ടിയാൽ പുരുഷന്മാരുടെ സ്ഥാപനവും അവിടെ സ്റ്റാഫുകൾ പുരുഷന്മാരുമായിരിക്കും. അപ്പോൾ ഇങ്ങനൊരു പ്രതിജ്ഞ എടുത്തപ്പോൾ അവരെന്താ പറഞ്ഞേ? അല്ല, അവരെല്ലാം കൈയടിച്ചു. കൈയടിച്ചോ? ഈ കൈ ഒരാളടിച്ചാൽ എല്ലാവരും അടിക്കുമല്ലോ. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പൊതുയോഗമുണ്ട്. അപ്പം പുരുഷന്മാർ കൈയടിച്ചപ്പം പെണ്ണുങ്ങളും കൂടെ കൈയടിച്ചു. പിന്നെ വളരെ വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇവിടെ ഒരു റൂൾ ഉണ്ടല്ലേ? ഉണ്ട്. അപ്പൊ വരുന്ന ഓരോ ആൾക്കാരെയും, പുറത്തുനിന്ന് വരുന്ന ഓരോ ആൾക്കാരുടെയും ഫോട്ടോ എടുത്ത് അവരുടെ പേരും വിവരങ്ങളും ഒക്കെ ഫയൽ ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഒരു റൂൾ ഉണ്ടാക്കാനുള്ള സാഹചര്യം എന്താണ്? അതുണ്ടാക്കിയത് ആദ്യഘട്ടത്തിലൊക്കെ വലിയ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ വന്നിട്ടുണ്ട്. അന്നും ഫോട്ടോ എടുക്കും. പലരും തേടി വന്നിട്ടുണ്ട്. ഒരാവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ മരണപ്പെടുമ്പോൾ ഫോട്ടോ അന്വേഷിച്ച് വന്നിട്ടുണ്ട്. പിന്നെ അന്നേരം തോന്നി നമുക്കൊരു സിസ്റ്റം ഉണ്ടാക്കി ഇത് സേവ് ചെയ്യാം. ചിലപ്പോൾ ഈ ഒരു VIP മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ അപൂർവമായ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കാണും, നമ്മുടെ കമ്പ്യൂട്ടറിൽ കാണും, ഫയലാക്കുന്നുണ്ട്. പത്രക്കാർ ചോദിച്ചാലും ഒക്കെ നമുക്ക് കൊടുക്കാൻ കഴിയും. കാരണം ഇവിടെ വരാത്തവർ വളരെ ചുരുക്കമാണ്. നമ്മുടെ കേരള മുഖ്യമന്ത്രി ഓകെ ഒരു അഭയ കേന്ദ്രത്തിൽ പോയിട്ടുള്ള ഇതില്ല. അത് തന്നെ അത്ഭുതമാണ്. അദ്ദേഹം വന്നു എന്ന് പറയുന്നത് 1.5 മണിക്കൂറോളം എല്ലാവരെയും കണ്ട് സംസാരിച്ചു. അങ്ങനെ എല്ലാ ആളുകളും കേരള സർക്കാരിന്റെ പരമോന്നത ബഹുമതിയായ കേരളശ്രീ ലഭിച്ചിട്ടുണ്ടല്ലോ 2023. അതെ അതെ അതെ. അങ്ങനെ ഒരു സുവർണ നിമിഷം അത് പ്രതീക്ഷിച്ചൊന്നുമില്ല. എനിക്ക് ലഭിക്കുന്ന ശ്രീ എന്ന് പറയുന്നത് ഈ അമ്മമാരും ഇവിടുത്തെ ഓരോ കുടുംബാംഗങ്ങളും നൽകുന്നൊരു സ്നേഹമുണ്ടല്ലോ. അതിനുശേഷമാണോ പിണറായി വിജയൻ ഇവിടേക്ക് വന്നത്? അല്ലല്ല, അതിനു മുൻപ്. അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ആദ്യം വരുന്നത്. പിന്നീട് പലവട്ടം അദ്ദേഹം വന്നിട്ടുണ്ട്. കാരണം അദ്ദേഹം ഇവിടെ വന്നതിന് ശേഷമാണ് ആ പാർട്ടി ഒരു പാലിയേറ്റീവ് എന്ന് പറഞ്ഞ ചിന്ത എടുത്തത്. അദ്ദേഹം ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് കഴിഞ്ഞ ഓണത്തിന് 1 ലക്ഷം രൂപ വസ്ത്രം അയ്യാൻ കൊടുത്തയച്ച്, അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേക്ക് 25,000 രൂപ കൊടുത്തയച്ച് ഇവിടെ ഭക്ഷണം കൊടുത്തു. അത് ഉമ്മൻചാണ്ടി സാറാണ് 20 തവണ വന്നിട്ടുണ്ട് ഇവിടെ. അങ്ങനെ എല്ലാവരും വരുന്നവരിടം. പിന്നെ രാഷ്ട്രീയമൊന്നും ഞങ്ങൾക്ക് ഏത് പാർട്ടിയാണെന്ന് ഞങ്ങൾക്ക് പോലും തിരിച്ചറിയാത്ത ഒരവസ്ഥയിലാണ്. പിന്നെ എല്ലാവരും വരുന്നവരിടം. അത് ജാതി മതവും ഇല്ല, എല്ലാ മതാചാര്യന്മാരും വരും. അങ്ങനെ ഒരിടമാക്കിയത് മാറ്റാൻ കഴിഞ്ഞു. പിന്നെ ഡിസംബർ 6 ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഒരു കെട്ടിടം ഉണ്ടല്ലോ അല്ലേ? പുതിയ കെട്ടിടം, അതിനെ പറ്റി പറയോ? പുതിയ കെട്ടിടം ഇപ്പം യൂസഫലി ഇവിടെ ആദ്യം വരുന്നു, ഇവിടെയൊക്കെ കാണുന്നു. കണ്ടിട്ട് അദ്ദേഹം വേദി
അന്ന് ഒരു സമ്മേളനമാണ്. മുഖ്യമന്ത്രി ആണ് ഉദ്ഘാടനം ചെയ്തത്. ആദ്യ മുഖ്യമന്ത്രിയാവുന്ന സമയത്താണ്. വന്നു മുഖ്യമന്ത്രി പറഞ്ഞു, എനിക്ക് നിങ്ങൾക്ക് തരാനൊന്നുമില്ല, ഈ അമ്മമാരുടെ സ്നേഹത്തിന് പകരം തരാൻ എൻ്റെ ഒന്നുമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. ഇത് എൻ്റെ കുടുംബമായിട്ട് ഞാൻ കാണുന്നു. പിന്നെ ഇവിടെ വലിയ മനുഷ്യനിരിപ്പുണ്ട്, അദ്ദേഹത്തിന് എത്ര വേണമെങ്കിലും നിങ്ങൾ സഹായിക്കാൻ കഴിയും, അദ്ദേഹം തരും. യൂസഫ് അലിയെ വെച്ച് പറഞ്ഞു. യൂസഫ് അലി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നെ അടുത്തേക്ക് വിളിച്ച് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്ത് തരണം? ഞാൻ പറഞ്ഞു, അങ്ങനെ തരണമെന്നൊന്നുമില്ല, എന്ത് തന്നാലും ഞങ്ങൾ മേടിക്കും. അപ്പോൾ എൻ്റെ ചെവി പറഞ്ഞു, 1 കോടി രൂപ തരട്ടെ. അപ്പോൾ ഞാൻ ആകെ അമ്പരുന്നു. 1 കോടി എന്നൊക്കെ കൈ കിട്ടാൻ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു വല്ലാത്ത അത്ഭുതമാണ്. അന്ന് നമ്മുടെ വരുന്നില്ലല്ലോ. എന്നിട്ട് പിന്നെയും ചോദിച്ചു, അത് മതിയോ? ഞാൻ പറയും, 1 കോടി തന്നെ താങ്ങാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, അതാരും അറിയണ്ട. ഞാൻ പറയാൻ അറിയണം, ഈ കേൾക്കട്ടെ, ആരെങ്കിലും താല്പര്യമുള്ള. അത് അദ്ദേഹം പറഞ്ഞു, 1 കോടി ഞാൻ കൊടുക്കുന്നു. അത് എനിക്ക് ഞാൻ വാങ്ങിയിട്ട് വിചാരിച്ച് ഒരു കെട്ടിടം വയ്ക്കാം. അപ്പം അതൊരു നിർമ്മാണ കമ്പനിയെ ഏൽപ്പിച്ചിട്ട് ഈ 1 കോടി രൂപയും കൊടുത്തു. ആ നിർമ്മാണ കോൺട്രാക്ടർ എന്നോട് പറഞ്ഞ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ 35 വർഷമായിട്ട് ഈ മേഖലയിൽ നിൽക്കുക, ആദ്യമായിട്ടാണ് 1 കോടി രൂപ ഒന്നിച്ച് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ പരിപാടി 1 കോടി രൂപയുടെ കെട്ടിടം വയ്ക്കണം. പക്ഷേ അത് പണി തുടങ്ങി, ഫയലിങ്ങൊക്കെ ആയി, കുറേയൊക്കെ ഫയൽ ചെയ്ത് കുഴിയും കുണ്ടും ഒക്കെ ആയി, കുറേ കമ്പി മാത്രമായി. ആ സമയത്ത് ഇവിടെ ഒരു സമരം ഉണ്ടായി. ഈ കോൺട്രാക്ടർക്ക് ആയിട്ട് അയാളോട് കാശ് ചോദിച്ച് കൊടുക്കാഞ്ഞൊക്കെ പണി മുടക്കാൻ കുറേ ആളുകൾ ഇവിടെ, കുറേ സമരങ്ങൾ നടന്നു കുറേ കാലം ഇവിടെ. അങ്ങനെ ഇതെല്ലാം മുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോൾ കാണാം അയാളൊരു ബില്ല് കൊണ്ടുവരിക, 1,80,00,000 രൂപ ഇത്രയായെന്നും പറഞ്ഞു. ഞാൻ ആകെ വിഷമിച്ച്. പിന്നുള്ള ദിവസങ്ങളൊക്കെ എനിക്ക് സങ്കടത്തിൻ്റെ രാത്രി എല്ലാവരും ഉറങ്ങി കഴിയുമ്പോൾ ഞാൻ ആ കെട്ടിടം, ഇപ്പോൾ ഒരു വലിയ കെട്ടിടം നിൽക്കുന്നടോ, അവിടെ പോയി നിന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. എടാ, എന്തൊരു മണ്ടനാ നീ, 1 കോടി രൂപ കൈ കിട്ടിയപ്പോൾ നിനക്കൊരു കെട്ടിടം വയ്ക്കാതെ നീ എന്തിനാ വല്ലവൻ്റെയും കൈ കൊണ്ടുകൊടുത്തതെന്നൊക്കെ എന്നോട് തന്നെ ചോദിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യൂസഫ് അലി ഒരു ദിവസം എന്നെ വിളിച്ച്, ഒന്ന് വരണം കാണാനെന്ന് പറഞ്ഞ് അങ്ങനെ ചെന്നു. കണ്ടപ്പോൾ ചോദിച്ചു, എന്തൊക്കെയുണ്ട് അവിടെ, കാര്യങ്ങളൊക്കെ എങ്ങനെ, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അപ്പോഴും ഇതൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്കൊരു കെട്ടിടം വെച്ച് തരണം. ആ ശരി, എന്താ വേണം? ഒരു കെട്ടിടം വെച്ച്. അപ്പോൾ ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ എഞ്ചിനീയറിങ് സെക്രട്ടറിയും വിളിച്ചിട്ട് ചോദിച്ചു, ഇവർക്കൊരു 250 പേർക്ക് താമസിക്കാൻ ഒരു കെട്ടിടം, അതിനെന്തോ ബഡ്ജറ്റാകും? അപ്പോൾ അദ്ദേഹത്തിൻ്റെ എഞ്ചിനീയറൊക്കെ എന്ന് പറയുന്നത് വളരെ ഭയങ്കര പ്രഗത്ഭനാണ്. അദ്ദേഹം ഉടനെ തന്നെ ഒരു കാൽക്കുലേഷൻ ചെയ്ത് 4.5 കോടി രൂപ ആകുമെന്ന് പറഞ്ഞു. അദ്ദേഹം പറയാം, 5 കോടി രൂപ ഞാൻ തരാം, നിങ്ങൾ കെട്ടിടം വയ്ക്കുക, ഉദ്ഘാടനത്തിന് ഞാൻ വരാം. അപ്പോൾ ഞാൻ അന്നേരം പറഞ്ഞു, പൈസ തരരുത്, പൈസ താങ്ങാൻ എനിക്ക് കെട്ടിടം വെച്ച് തന്നാൽ മതി. അത് നിങ്ങൾക്ക് ഇത്രയും പേര് നോക്കുന്ന ആൾക്ക് ഒരു കെട്ടിടം വെച്ചൂടെ? ഞാൻ പറയാൻ പറ്റത്തില്ല, എനിക്ക് വെച്ച് തന്നാൽ മതി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിലാണ് ഇത് പണിഞ്ഞത്, പുതിയ കെട്ടിടം. അപ്പോൾ അദ്ദേഹം തന്നെ വന്ന് ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം പലവട്ടം ഇവിടെ വന്നു. അദ്ദേഹത്തിന് ഇറങ്ങാനെ കൊണ്ട് ഹെലിപ്പാഡൊക്കെ അവിടെ ഉണ്ട്. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് എന്നോട് ചോദിച്ച്, അമ്മമാരൊക്കെ താമസമായി സുഖമില്ലയോ? അപ്പം ഞാൻ പറയാം, അമ്മമാർ സുഖമാണ്, അച്ഛന്മാർക്ക് ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ട്, ഇത് കാണുമ്പോൾ ചില അസൂയൊക്കെ ഉണ്ടല്ലോ എന്നത്. എന്നാൽ നമുക്ക് ഒരെണ്ണം കൂടെ ചെയ്താൽ. അപ്പോൾ ഇനി ഞാൻ ആവശ്യമുള്ള പൈസ തരാം, നിങ്ങൾ ചെയ്യാൻ പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു, ഈ ഒരു കെട്ടിടവും കൂടെ ചെയ്ത് തരണം, ഞാൻ കെട്ടിടം വയ്ക്കാൻ പഠിച്ചിട്ടില്ല. അങ്ങനെ രണ്ടാമത്തെ കെട്ടിടം, ആദ്യത്തെ ഒരു 15 കോടി രൂപ ചിലവഴിച്ചു, ഇപ്പോഴത്തെ 20 കോടി അത് ഫർണിഷ് ചെയ്ത് ഇതിപ്പം അടുത്ത മാസം ഉദ്ഘാടനം ചെയ്യത്തക്കൊണ്ടം ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ കാശിനോട് താല്പര്യം കാണിക്കാറില്ല. നിങ്ങൾ ഇന്നത് ചെയ്തുക, മുഴുവൻ അവർ തന്നെ ഏറ്റെടുത്ത് ചെയ്യുക അല്ലേ? അവർ തന്നെ ഏറ്റെടുത്ത് ചെയ്യുക. അപ്പം നമുക്ക് ആക്ഷേപമില്ല, നമ്മുടെ കൈ നിൽക്കാതെ വരത്തില്ല, ക്വാളിറ്റിയിൽ നിർമ്മിക്കാൻ കഴിയും. അങ്ങനെ ഓരോന്നും അങ്ങനെ സ്പോൺസേഴ്സിന് അവർ ചെയ്യുക. വസ്തു തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യം വാടക കെട്ടിടത്തിൽ നിന്ന് 1 ഏക്കർ വസ്തുവിൽ തുടങ്ങിയതാണ്. ഇപ്പോൾ ഇവിടെ മാത്രം 10 ഏക്കറുണ്ട്, 10 ഏക്കറായി. ഇതൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് ഇങ്ങനെ
ചെയ്തു തരുന്നു. സുമനസ്സുകളുടെ പിന്നെ കേരളത്തിലൊട്ടാകെ ഒരു 35 ഏക്കർ സ്ഥലം ദാനമായിട്ടൊക്കെ കിട്ടിയതാണ്. അത് 22 സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട്. ഇനി അല്ലാതെ കിടക്കുന്നതുണ്ട്. കുറേയൊക്കെ ഒന്നും ഇല്ലാത്തവർക്ക് ഞങ്ങൾ 4 സെൻറ്റ് 5 സെൻറ്റ് ഒക്കെ ദാനം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ ഓരോ ദിവസത്തെ കാര്യങ്ങളില്ലേ, ഭക്ഷണത്തിൻ്റെതായാലും മറ്റു കാര്യങ്ങളൊക്കെ ഒരു നടക്കും. 4 ലക്ഷം രൂപയെങ്കിലും ഒരു ദിവസം ഭക്ഷണത്തിന് അപ്പൊ ഈ വേണ്ടി ചെലവ് എവിടെ നിന്നാണ്? ഒക്കെ ഡെയിലി ആരെങ്കിലുമൊക്കെ ഒന്ന് തരും, ആരെങ്കിലുമൊക്കെ തരും. പിന്നെ കടബാധ്യതയൊക്കെ ഉണ്ട്. പിന്നെ യൂസഫലി 1 കോടി രൂപ ഒരു വർഷം നമുക്ക് ഗ്രാൻറ്റ് തരുന്നുണ്ട്. ഓരോ വർഷവും ഈ കടബാധ്യതകളൊക്കെ കുറേ അത് തരുമ്പം കുറേ തീർക്കും, പിന്നെയും കടം ചെയ്യും. പിന്നെ നമുക്ക് പ്രത്യാശയില്ലെന്ന് അല്ല, ഭയാശങ്കകളില്ലാത്തത് ഒന്നുമില്ലായ്മയും തുടങ്ങി ഇപ്പോൾ ഇത്രയും ആസ്തിയുള്ള പ്രസ്ഥാനമായില്ലേ. ഇനി താങ്ങാതെ വന്നു കഴിഞ്ഞാൽ കുറേ എടുത്തുവെന്ന് പറയാം. പിന്നെ വേവലാതിപ്പെടുന്നില്ല. പിന്നെ പ്രതിബന്ധങ്ങൾ, ഒരു പക്ഷേ കേരളത്തിൽ ഇത്രയധികം പ്രതിബന്ധങ്ങൾ നേരിട്ട ഒരു പ്രസ്ഥാനം കാണത്തില്ല. ചുമ്മാതെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പണപ്പിരിവിന് വരുന്ന ആൾക്ക് കൊടുക്കാതെ വിഷയം ഉണ്ടായിട്ടുണ്ട്. ഇവിടേക്ക് വരുമോ? ഇവിടേക്ക് പണപ്പിരിവ്? അയ്യോ, ഇവിടെ വന്നിട്ട് ഇത് വലിയ വ്യവസായമായിട്ട് കാണുന്ന ആളുകളുണ്ട്. വലിയ വ്യവസായമായിട്ട് കാണുന്ന ആളുകളുണ്ട്. ആൾ പറഞ്ഞാൽ വിദേശത്ത് നിന്ന് കോടികൾ വരത്തില്ലേ, നമുക്കെല്ലാം അംഗീകാരമുണ്ട് വിദേശം കൊണ്ട് സ്വീകരിക്കാനും. പക്ഷെ ഞങ്ങൾ സ്വീകരിക്കാറില്ല. നിയമാനുസൃതം കിട്ടുന്നതല്ലാത്ത ഒരു പൈസയും ഞങ്ങൾ സ്വീകരിക്കാറില്ല. ഇപ്പോൾ 500 കോടി രൂപ തരാം, നിങ്ങളുടെ അക്കൗണ്ടിൽ തരും. ഒരു 100 കോടി നിങ്ങൾ എടുത്തിട്ട് 400 ഞങ്ങൾക്ക് തിരിച്ചു തരണം. ആ പണി ഇവിടെ നടക്കത്തില്ലെന്ന് പറയും. ഞങ്ങൾക്ക് നേരിട്ട് കിട്ടുന്നെങ്കിൽ എടുക്കുക, ഏജൻറ്റ് അങ്ങനെയുള്ള പരിപാടിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയൊന്നും നേരായ മാർഗത്തിൽ നമുക്ക് ഇച്ഛാശക്തിയും സത്യസന്ധതയും സുതാര്യതയും ഉണ്ടെങ്കിൽ ഒരു പ്രസ്ഥാനം കൊണ്ടുപോകാമെന്ന് സമൂഹത്തെ കാണിച്ചു കൊടുക്കുക. ഗാന്ധിജിനെ ആത്മീയതയില്ലാതെ ആളിനെ കൂട്ടുന്നൊരിടമാണ് ഇവിടെ. ആത്മീയതയില്ല, അനുഗ്രഹമില്ല, വിഭൂതിയില്ല. അന്വേഷിച്ച് നോക്കുക, അങ്ങനെ ഒരിടം എവിടെയെങ്കിലും ഉണ്ടോ? എത്രയധികം ആളുകൾ കൂടുന്ന, ആളുകൾ വരുന്ന ഒരിടമാക്കിയത് മാറ്റി. ഇപ്പോൾ എൻ്റെ ഒക്കെ ചില ആളുകൾ ചോദിച്ചിട്ടുണ്ട്, കാവ്യൊക്കെ ഇട്ട് ഒരു മാലയൊക്കെ ഇട്ട് എന്നാൽ കൂടുതൽ കാശ് കിട്ടത്തില്ലെന്ന്. കിട്ടും, അനുഗ്രഹം കൊടുത്താൽ മാത്രം മതി. പക്ഷേ അതല്ല നമ്മുടെ നാടിന് ആവശ്യം. ഞാൻ ഈ അമിത ഭക്തിയൊക്കെ നിരാകരിക്കുന്ന ആളാണ്. അപ്പം നമുക്ക് സ്നേഹം കൊടുത്തും കരുതൽ കൊടുത്തും ചേർത്ത് പിടിച്ചു. ഒരുപാട് ശത്രുത എനിക്ക് വെറുതെ ഉണ്ടായി. ഒരു ശത്രുക്കളും ഇല്ലാത്ത കഴിഞ്ഞിരുന്ന ആളാണ് ഞാൻ. 12 കിലോമീറ്റർ അപ്പുറം പുനലൂര് ജനിച്ച് പുനലൂരിൽ വളർന്ന ആളാണ്. ഇവിടെ എന്നെ മറ്റൊരു രാജ്യത്തു നിന്ന് വന്ന ആളായിട്ട് കണ്ട ആളുകളുണ്ട്. നീ വരുത്തനല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു ചിരി കൊണ്ട് നേരിട്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ടായി. ചില പോലീസുകാരുടെ ഭീഷണി ഉണ്ടായിട്ടുണ്ട്. പോലീസുകാർക്ക് ചുമ്മാതെ വേണമെങ്കിലും ഭീഷണിപ്പെടുത്താമല്ലോ. ഒരു പോലീസ് ഓഫീസറെ പോയി കണ്ടില്ല എന്നുള്ളതാണ് അതിൽ ചാർജ് ചെയ്തപ്പം. കാണേണ്ട രീതിയിൽ കണ്ടില്ല എന്നാണോ? കാണാനേ പോയില്ല. വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കി. പക്ഷേ അയാൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല, അയാൾക്ക് അബദ്ധം പറ്റിയ അവസാനം. ഇതെല്ലാം ഞാൻ പറഞ്ഞില്ല, സത്യത്തെ മുറുകെ പിടിച്ചു. ഗാന്ധിജിയുടെ പേര് പിടിച്ചുകൊണ്ട് എനിക്കൊരു ഗുണമുണ്ടായെന്ന് അറിയാം. എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ ശ്രദ്ധിക്കത്തില്ല. ഞാൻ ഒരു കാര്യം, എനിക്ക് തോന്നുന്നൊരു കാര്യം, നമ്മളെ ഒരാൾ ശത്രു നമ്മളെ നിഗ്രഹിക്കാൻ തീരുമാനിച്ചാൽ നമ്മൾ അതേക്കുറിച്ച് ശത്രുവിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. നമ്മൾ നേരെ നിൽക്കുക. എൻ്റെ പേര് ഒരുപാട് പരാതികളൊക്കെ വന്നിട്ടുണ്ട്, 100-ലേറെ പരാതികൾ വന്നിട്ടുണ്ട്. ഒരു പ്രമുഖ മീഡിയ വളരെ ഒരു 3 ദിവസം തേജോവധം ചെയ്ത് വാർത്തകൾ കൊടുത്തിരുന്നു. ഹൈക്കോടതി വരെ അന്വേഷണം വന്ന്. പക്ഷേ സത്യം ഉള്ളതുകൊണ്ട് ആർക്കും പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. അപ്പം ഞാൻ മനസ്സിലാക്കി സത്യവും ക്ഷമയും. ഒരു ശത്രു ചുമ്മാതെ വന്നാൽ അസൂയ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അയാൾ വിചാരിച്ച കാര്യം നടക്കാത്തതുകൊണ്ടായിരിക്കും. ശത്രുവിനെ ഞാൻ ചിന്തിക്കത്തില്ല. ഞാൻ ബെറ്ററായിരിക്കണം, ഇവിടുത്തെ രേഖകൾ റെക്കോർഡുകൾ കറക്റ്റായിരിക്കണം, ഇവിടെ താമസിക്കുന്നവർ സന്തുഷ്ടരായിരിക്കണം, എൻ്റെ സഹപ്രവർത്തകർ ചേർന്ന് നിൽക്കണം, മറ്റു ശ്രദ്ധിക്കത്തില്ല. ഇപ്പോൾ എനിക്കിവിടെ എതിരെ സമരമുണ്ടായി, ഇവിടെ ഒരു നാശനഷ്ടം നടത്തി, 10-20 പേര്, പോലീസ് അവരെ സപ്പോർട്ട് ചെയ്ത്. അതിനൊരു ലീഡർ ഉണ്ടായിരുന്നു.
ഇവിടെ ഒരു സബ് ഇൻസ്പെക്ടർ വന്ന ആൾ ഇവരെല്ലാം പേര് കേസെടുത്തു. കുറച്ച് വർഷം കഴിഞ്ഞ് അവർക്ക് സമൻസ് വന്ന് പോയില്ല, അവസാനം വാറണ്ട് വന്ന് കോടതി ഹാജരായ വാറണ്ട് വന്ന് അവർ ജയിലിൽ പോകും. കരഞ്ഞ് വിളിച്ച് എല്ലാവരും കൂടെ വന്നു. ഞാൻ എല്ലാവരെയും ആദ്യം കൂട്ടി ഭക്ഷണശാലയിലേക്ക് കൊണ്ടുപോയി അവർ ഭക്ഷണമെല്ലാം കൊടുത്തിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കരഞ്ഞ് പറഞ്ഞൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയതാ, അയാൾ പറഞ്ഞിട്ടാണ് പക്ഷേ ഞങ്ങളെ രക്ഷിക്കണം. ഞാൻ ഉടനെ ഞങ്ങളുടെ ലീഗൽ അഡ്വൈസറെ വിളിച്ചിട്ട് ഇവർക്കെല്ലാം ജാമ്യം എടുത്തു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം ഇവരെ വാഹനമൊക്കെ അറേഞ്ച് ചെയ്ത് 10-20 പേരെ കൊണ്ട് ലീഗൽ അഡ്വൈസർ അവർക്ക് ഒരു പൈസ പോലും ചിലവില്ലാതെ ജാമ്യം എടുത്തു കൊടുത്തു. അപ്പോൾ ആ കേസ് ഇപ്പം നമ്മൾ നടത്തും. എന്നുവെച്ചാൽ നമ്മളെ ഉപദ്രവിച്ചെന്നുള്ള ആ മെതേഡ് ഇവിടെ എന്നെ ഉപദ്രവിച്ച അല്ലെ എന്നെ ഈ സ്ഥാപനത്തിന് ഉപദ്രവിച്ച ഒരാളുടെ മഴയത്ത് അയാളുടെ അടുക്കള ഇടിഞ്ഞു വീണു, കരഞ്ഞു വിളിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കോൺട്രാക്ടറെ വിളിച്ച് അതെല്ലാം പണിഞ്ഞു കൊടുക്കാൻ പറഞ്ഞു, കാശ് കൊടുക്കുന്നു. അങ്ങനെയുള്ളത് കല്യാണം വന്നു, നല്ലപോലെ സഹായിച്ച്. അങ്ങനെ അത് ആ ഗാന്ധി ഉള്ളിലുള്ളതുകൊണ്ടാണ് പറ്റിയത്. ബ്രിട്ടീഷുകാരൻ ഷൂസ് ഇട്ട് ചവിട്ടിയപ്പോഴും ചോദിച്ചില്ലയോ അങ്ങയുടെ ഷൂസിന് കേടുവല്ലോ വന്നു. ആ ഒരു മെത്തേഡ് അത് ഗാന്ധി ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു പ്രസ്ഥാനത്തിനൊരു പിൻഗാമി എന്നുള്ള രീതിയിൽ അതാര് മുന്നോട്ട് വരുന്നു അവർ. എനിക്ക് മോനും മോളുമൊക്കെ ഉണ്ട്. അവർക്കിതിൽ താല്പര്യമുണ്ടോ? കുറച്ചൊക്കെ താല്പര്യമുണ്ട്. പിന്നെ എൻ്റെ കൂടെ തുടക്കം മുതൽ നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. കൊച്ചു പിള്ളേരായിട്ട് വന്നിട്ട് ഇപ്പോൾ വലിയ ആളായിരിക്കുന്ന അവരുണ്ട്. ഇനി ഒരു പ്രസ്ഥാനം ഇന്ന് പ്രശസ്തി വന്നു, എല്ലാ അംഗീകാരങ്ങളും ഉണ്ട്, ഇതിനെ അതുപോലെ കൊണ്ടുപോകാൻ സിസ്റ്റം എല്ലാം ഉണ്ട്. ആരെങ്കിലും വരും. വലിയ വലിയ പ്രസ്ഥാനങ്ങളൊക്കെ മനസ്സിലങ്ങനെ ഒരാളുണ്ടോ? മനസ്സിൽ അങ്ങനെ എൻ്റെ മോനെയാണ് മനസ്സിലുള്ളത്. അവന് താല്പര്യം എന്തോന്ന് അറിയത്തില്ല. എൻ്റെ മോനാണെങ്കിലും ഇത് പൊതുജനങ്ങളുടെ പ്രസ്ഥാനമാണ്. ഞാൻ പറയില്ലേ, ഇതൊന്നും എൻ്റെയോ എൻ്റെ കുടുംബത്തിൻ്റെയോ പേര് ഒന്നുമില്ല ഗാന്ധി ഭവൻ. പക്ഷെ ഒരു അമരക്കാരൻ ടോട്ടലി എല്ലാം ഗാന്ധി ഭവൻ ട്രസ്റ്റിൻ്റെ പേരിലാണുള്ളത്. അത് ഏതൊരു മിടുക്കൻ വരുന്നു, സ്വാർത്ഥമായിട്ട് ഞാൻ ചിന്തിക്കുന്നില്ല. ഒരു മനുഷ്യനെ സ്നേഹിക്കുന്ന, എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന ആരെങ്കിലും ഒരാളുണ്ടാവും. നമുക്കെല്ലാം ജീവിതത്തിൽ ഒരു ദൗത്യം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഒരുപക്ഷെ വേറൊരു മേഖലയിൽ നിന്ന് സാമാന്യ വരുമാനമൊക്കെ ഉണ്ടാക്കി സന്തോഷമായി ജീവിച്ചിരുന്ന ഞാൻ ഈ മേഖലയിലേക്ക് വന്ന് ഒരുപാട് റിസ്ക് എടുത്ത് ആ റിസ്ക്കെല്ലാം എനിക്ക് ആശ്വാസവും സന്തോഷവും നൽകിയതാണ്. ഈ വേദനിക്കുന്നവർക്ക് ആ ഇഞ്ചക്ഷനൊക്കെ എടുത്തു കഴിയുമ്പം വേദന മാറുന്നൊരാശ്വാസം കിട്ടുമല്ലോ, അതൊക്കെ അനുഭവിച്ചാണ് ഞാൻ വന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ ആരെയും പ്രത്യേകിച്ച് കാണുന്നില്ല, ആരെങ്കിലും ഏറ്റെടുക്കും. ഇന്ന് പറഞ്ഞു ഒരു 5 വർഷം കൂടെ കഴിഞ്ഞാൽ സെൽഫ് റണ്ണിങ് ആയിട്ടുള്ള ഒരു പ്രസ്ഥാനം. പിന്നെ എനിക്കൊരു സ്വപ്നമുണ്ട്, അത് എൻ്റെ ഈ ജീവിതത്തിൽ നടന്നില്ലെങ്കിൽ ആരെങ്കിലും ഏറ്റെടുക്കണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയിൽ നിലവിലുള്ള എല്ലാ ചികിത്സാ സമ്പ്രദായങ്ങളെയും കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ആ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബിൽ ക്യാഷ് കൗണ്ടർ കാണത്തില്ല, എന്നുവെച്ചാൽ പൂർണ്ണമായ സൗജന്യ ചികിത്സ. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അലോപ്പതി ആശുപത്രി പോയി അവിടെ എല്ലാ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സും ഉണ്ട്. രോഗം തിരിച്ചറിഞ്ഞ് പിന്നെ ഹോമിയോ ഡോക്ടറെ കാണുന്നു. ഹോമിയോ ഡോക്ടർ പറയാണ് ഞങ്ങളുടെ ഈ മരുന്ന് കൊണ്ട് മാറ്റാം. അപ്പം അവിടെ നടത്തേണ്ട ചികിത്സ ഇവിടെ ആകുമ്പോൾ വളരെ ചെറിയ തോതിൽ അത് കഴിയാം. അതല്ലെങ്കിൽ ആയുർവേദത്തിലോട്ട് പോകാം, തിരിച്ചു വാങ്ങാം. യുനാനി വന്നു, ഇങ്ങനെ പോയി സർജറി ചെയ്യണമെങ്കിൽ അലോപ്പതി വരാം. അങ്ങനെ അത്തരത്തിലുള്ള ഒരു ആശുപത്രി എൻ്റെ സങ്കല്പമാണ്. പാവപ്പെട്ട ആരും രോഗം പിടിച്ച് സമ്പത്തില്ലാതെ മരിക്കരുത്, ഒരു കിടക്കയിലല്ല. അതിന് ഞാൻ ചെയ്യുന്നൊരു പരിപാടി, ഒരു ഡോക്ടറെ കണ്ടാൽ, ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയെ കണ്ടാൽ ഞാൻ അവരോട് പറയും, 1 വർഷത്തിൽ 1 ദിവസം
നിങ്ങൾ സ്വന്തം ചെലവിൽ നിന്ന് സൗജന്യമായി സേവനം ചെയ്യണം. ഇന്ന് വരെ ഞാൻ പറഞ്ഞ എല്ലാ വിഭാഗത്തിലുള്ള ഡോക്ടർമാരും അത് സമ്മതിച്ചിട്ടുണ്ട്. 2000-ഓളം പേരോട് ഞാനിത് പങ്കുവച്ചിട്ടുണ്ട്. അവരെല്ലാം അതിനോട് ചേരാൻ സന്മനസ് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സ്വപ്നം അങ്ങനെ അതാണ്. പിന്നെ ആശുപത്രിക്ക് കെട്ടിടം പണിയാൻ സ്ഥലം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അവിടെ 10-35 ഏക്കർ സ്ഥലം പരയിടത്തായിട്ടുണ്ട്. സ്ഥലം സംഘടിപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇനി ലോകത്തെ ജനങ്ങളോട് ആവശ്യപ്പെടും, 1 രൂപ എനിക്ക് തരണം. ഒറ്റ രൂപ. ആ രൂപ കളക്ട് ചെയ്തുകൊണ്ട് കെട്ടിടങ്ങൾ നിർമ്മിക്കുക, അവിടെ ആരംഭിക്കുക. ഓരോ ആൾക്കാരും ഓരോ രൂപ വെച്ച്. അങ്ങനെ ഒരു സ്വപ്നം എനിക്കുണ്ട്. സാധ്യമാകുമെന്നാണ് വിചാരിക്കുന്നത്. നല്ല മനസ്സോടുകൂടി നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും ഞാൻ പറയില്ലേ, ഞാൻ 2 മുറിയുള്ള 600 രൂപ വാടക കെട്ടിടത്തിൽ, അതായത് 2003 ഇതാരംഭിച്ചതാണ് അഭയകേന്ദ്രം. അതിന് മുമ്പ് ഒരു വാടക കെട്ടിടത്തിൽ എൻ്റെ സാംസ്കാരിക കേന്ദ്രം ഗാന്ധി ഭവൻ ആരംഭിച്ചു. അത് കഴിഞ്ഞ് 2003 ഇത് തുടങ്ങി. 2005 ഇതൊരു പബ്ലിക് ട്രസ്റ്റായിട്ട് മാറ്റി. അപ്പോൾ ഇത്രയും എനിക്ക് സാധ്യമാക്കാൻ കഴിഞ്ഞെങ്കിൽ പിന്നെ എനിക്ക് ആഗോളതലത്തിൽ ഒരുപാട് സ്നേഹബന്ധങ്ങളുണ്ട്. ഇന്ന് വരെ ആരോടും ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല, ആവശ്യപ്പെട്ടില്ല. അവരൊക്കെ തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സംരംഭം വരുമ്പോൾ ഞാൻ അവരോടൊക്കെ പറയും, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം, എന്നെയല്ല ഈ സമൂഹത്തെ സപ്പോർട്ട് ചെയ്യണം എന്നാൽ അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുക. വായനയെ പരിപോഷിപ്പിക്കാനായിട്ട് ലൈബ്രറി ഉണ്ട്. 20,000 പുസ്തകങ്ങളുണ്ട്. പക്ഷേ അത് എനിക്ക് കുറേ കൂടെ സൗകര്യം ഉണ്ടാക്കണം. എല്ലാ പുസ്തകവും ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്നില്ല. അതിൽ അമൂല്യമായിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ 100 പുസ്തകങ്ങൾ, 850 പേജ് വീതമുള്ള 100 വോള്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഒരുപക്ഷെ കേരളത്തിൽ അത് എൻ്റെ കയ്യിലേക്ക് കാണുമെന്ന് കരുതുന്നു. എനിക്കൊരാൾ സമ്മാനിച്ചതാണ്. ജോൺസൺ ഇടയാറമുള എന്ന എൻ്റെ ഒരു സഹോദര തുല്യനായ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അദ്ദേഹം ക്യാൻസർ രോഗം ബാധിച്ചു. അത്യാസന്ന നിലയിലായപ്പം എന്നെ വിളിച്ചു തന്നു. പക്ഷെ അദ്ദേഹം രക്ഷപ്പെട്ടു, ക്യാൻസറൊക്കെ മാറിയപ്പം. അതെനിക്ക് ഗാന്ധിയെക്കുറിച്ച് കൂടുതൽ മതിപ്പുണ്ടാക്കി. ഗാന്ധിയുടെ ഈ തിരക്കിട്ട യാത്രക്കിടയിലും ഇത്രയും പുസ്തകങ്ങൾ ഗാന്ധിക്ക് രചിക്കാൻ കഴിഞ്ഞല്ലോ. അങ്ങനെ പറയണ്ട, അതൊരു വലിയ റെഫറൻസ് ലൈബ്രറി ആകണം എന്നെൻ്റെ ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാ പുസ്തകങ്ങൾക്കിടയിലും ഗാന്ധിക്ക് കുറച്ചുകൂടി മുൻതൂക്കം നൽകിക്കൊണ്ടുണ്ട് എന്നല്ലേ? അപ്പോൾ ആർക്ക് എപ്പോൾ വേണമെങ്കിലും അവിടെ പോയി പുസ്തകം വായിക്കാം. ഇവിടെ വായിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇവിടെ ഗ്രാജുവേറ്റ് ചെയ്തതും പോസ്റ്റ് ഗ്രാജുവേറ്റ് ചെയ്തതൊക്കെ ഒത്തിരി ആളുകളുണ്ട് ഇതിനകത്ത്. മാനസിക അസ്വസ്ഥയുള്ളവരുണ്ട്. MSc-കാരി ഒരു ലേഡിയുണ്ട്. ഇപ്പോൾ ഒരു 15-18 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. ഒരു ഉപദ്രവവും ഇല്ല, ഒന്നും ചെയ്യത്തില്ല, ഒരു തിരിങ്ങിയൊക്കെ നടക്കും. ഈ ഒരു വെളുത്ത വസ്ത്രം സെലക്ട് ചെയ്യാനായിട്ടുള്ള അത് ഞാൻ ചെറുപ്പത്തിലേ അങ്ങനെ വെള്ള വസ്ത്രം, ഞാൻ പാരൽ കോളേജിലൊക്കെ ആയിരിക്കുമ്പോൾ പാൻസും വൈറ്റ് ഷർട്ടുമായിരുന്നു ഇട്ടിരുന്നത്. പിന്നെ ഇത് ഉള്ളിൽ ഇത് തന്നെയാണ് എന്ന് എനിക്ക് തോന്നാൻ. ഉള്ളു വെള്ളയാണോ കറുപ്പാണോ എന്ന് കാണുന്നില്ലല്ലോ. അപ്പം ഇത് നോക്കുമ്പോൾ ഉള്ളിലും വെള്ളയായിരിക്കണം എന്നുള്ള തോന്നലുണ്ടാകുക. ഒരു ഗാന്ധിയൻ ആദർശങ്ങളോട് ചേർന്നിരിക്കുന്ന ഒരു വ്യക്തി. ഗാന്ധി എന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ലേ, എൻ്റെ ഗാന്ധി രണ്ടും കൂടെ ചേർന്ന, മാർക്സും ഗാന്ധിയും കൂടെ ചേരുമ്പോഴുള്ള ആ ഒരു ചിന്ത എനിക്കുള്ള. അല്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം കൊടുക്കുന്നുണ്ട്. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് പാലിയേറ്റീവ് നഴ്സിംഗ് ഉണ്ട്. പിന്നെ മറ്റ് ജനറലല്ല, സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് കൗൺസിലുണ്ട്. അതിൻ്റെ ഓൾഡ് ഏജ് കെയർ നഴ്സിംഗ് ഉണ്ട്. പിന്നെ യോഗ പരിശീലനമുണ്ട്. നമുക്കൊരു മ്യൂസിക് സ്കൂളുണ്ട്. അത് കൊട്ടാരക്കരയ്ക്ക് എല്ലാം നടക്കുന്നത്. അങ്ങനെ കുറേ കോഴ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ വൊക്കേഷണൽ ട്രെയിനിങ് ഉണ്ട് സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുള്ള. പിന്നെ ശശി സ്കൂള്. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് തൊഴിലധിഷ്ഠിതമാണ് ഇതെല്ലാം. ഇപ്പം
പാലിയേറ്റീവ് കെയർ നഴ്സിംഗ് പഠിക്കുന്ന ആളിന് തൊഴിലുണ്ട്. പിന്നെ ഓൾഡ് ഏജ് കെയർ ജെറിയാട്രിക് കെയർ പഠിക്കുന്ന ആളിന് തൊഴിലുണ്ട്. ഹോമിയോപ്പതി ഡിസ്പെൻസിങ് കോഴ്സുണ്ട്, അത് പഠിക്കുന്ന ആളിന് തൊഴിലുണ്ട്. യോഗ പഠിക്കുന്ന ആളിലും മ്യൂസിക് ഇതൊക്കെ ഇപ്പം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം ഇത്രയും നേരം ഇതേപോലെ സാറിനെ പറ്റിയിട്ടുള്ള ഒരുപാട് വിവരങ്ങൾ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയത്. എന്നെ പറ്റിയുള്ള വിവരങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ? അതിഥി അധീന. അത് ശരി, ഞാൻ വിചാരിച്ച് അതിഥിയായിട്ടാ വന്ന അതിഥിന്ന്. അല്ല, അധീന സാറിന് ഞാൻ അതിഥി എന്നാണല്ലോ പറഞ്ഞത്, പക്ഷെ ഞങ്ങളാണ് ഇവിടുത്തെ അതിഥി എന്ന് പറഞ്ഞതാ. നമ്മളെല്ലാം അതിഥികളാണ്. അപ്പൊ സാറിന്റെ ആ ഒരു സ്വപ്നരാജ്യം സോമരാജന്റെ സ്വപ്നരാജ്യമാണല്ലോ. അതെ, അത് മാതൃഭൂമി അങ്ങനെ ഒരു സ്നേഹരാജ്യം, സോമരാജന്റെ സ്നേഹരാജ്യം എന്ന് പറഞ്ഞ സപ്ലിമെന്റ് ചെയ്തായിരുന്നു. സോമരാജന്റെ ഈ സ്നേഹരാജ്യത്തിൽ എനിക്ക് ഉള്ളൊരു പ്രത്യേകത, എന്നെ പല പേരിലും ആളുകൾ വിളിക്കും. പിന്നെ സോമശേഖരൻ എന്ന് പറയുന്ന ആളുണ്ട്, സോമരാജൻ എന്ന് പറയുന്ന ആളുണ്ട്, സോമൻ എന്ന് പറയുന്ന ആളുണ്ട്. നാളൊരു ഗോപാലകൃഷ്ണനുള്ള സാറെന്ന് എന്നെ സംബോധന ചെയ്തു. അപ്പോൾ ഞാൻ ഇതെല്ലാം കേൾക്കാൻ വിചാരിക്കും ശ്രീകൃഷ്ണ പേരിലാണ് പല പേര്. അതുപോലെ ഞാൻ ഒരിക്കലും തിരുത്തി പറയാൻ പോകത്തില്ല. പക്ഷേ ഇല്ലേ, പറയുന്നതിൽ തെറ്റു പറയാൻ പറ്റില്ല. കാരണം സോമരാജൻ, ഈ സോമശേഖരൻ, അതൊക്കെയാണ് മനസ്സിലേക്ക് വരുന്നത്. അപ്പൊ സോമരാജൻ ഞാൻ ഒരു ചടങ്ങിൽ പങ്കെടുത്ത ബിഷപ്പ് എൻ്റെ അധ്യക്ഷതയിലാണ്. അദ്ദേഹം സോമശേഖരൻ സാറ് തിരുത്താൻ പോയില്ലേ? അപ്പൊ തിരുത്താൻ പോയില്ലേ? ഇല്ല, ഞാനൊന്നും തിരുത്തത്തില്ല. എന്താ സോമരാജൻ, സോമശേഖരൻ, സോമനാഥൻ. അപ്പോൾ പിന്നെ സാറിന്റെ ആ ഒരു സ്വപ്നരാജ്യം എത്രയും പെട്ടെന്ന് തന്നെ സംഭവ്യമാകട്ടെ. ആ ചികിത്സാ മേഖലയായി ബന്ധപ്പെട്ട് പറഞ്ഞത് അതെൻ്റെ ഒരു വലിയ മഹാസ്വപ്നമായി ഞാനിങ്ങനെ ആ സ്വപ്നം കാണുകയും അതേപ്പറ്റി ചിന്തിക്കുകയൊക്കെ ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നല്ല മനസ്സോടെ കാണുന്ന സ്വപ്നങ്ങൾ തീർച്ചയായിട്ടും ഫലിക്കുക തന്നെ ചെയ്യും. അപ്പൊ ഒരുപാട് സന്തോഷം തരുന്ന സ്നേഹത്തിനും. എനിക്കും ഒരുപാട് സന്തോഷം. ഇന്നലെ നിങ്ങളെല്ലാം കണ്ട്, നിങ്ങളുടെ എല്ലാം കലാപരിപാടികൾ കുറച്ച് ഞാൻ കണ്ട്, ബാക്കി ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കാണും. എന്തായാലും നിങ്ങളുടെ നല്ല ദൗത്യം, നല്ല സന്തോഷം. പിന്നെ അതിന്റെ കൂടെ തന്ന പിന്നെ കപ്പില്ലേ, നമ്മുടെ ഫോട്ടോ പതിച്ച്, അത് അത്ഭുതമായിട്ട് തോന്നി. അത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു ഇവിടെ വരുന്നവർക്ക് എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ള, വരുന്ന എല്ലാവർക്കും കൊടുക്കാറുണ്ട്. അതൊരുപാട് സന്തോഷം തോന്നുന്നു. നമ്മളിപ്പോൾ ആളുടെ കാശ് തരുന്നു, മേടിക്കുന്നു. ഞങ്ങൾക്ക് ഇവിടെ ക്യാഷ് കൗണ്ടറില്ല. ക്യാഷ് കൗണ്ടറുണ്ട്, അവിടെ ബോർഡൊന്നുമില്ല. മേടിക്കുന്നു, ആരോടും ചോദിക്കുന്നില്ല, തരുന്നത് മേടിക്കുന്നു. ഇന്നത് വേണമെന്ന് പറയാറില്ല. പറ്റും ചോദിക്കാൻ ഞാൻ എന്ത് ചെയ്യണം. പിന്നെ ചില ആളുകൾ ഈ വരും, ഞാൻ ഇവിടെ വരാമെന്ന് ഉദ്ദേശിക്കാതെ അവിചാരിതമായി കയറിയതാണ്, അതുകൊണ്ട് ഇച്ചിരി പൈസയേ ഉള്ളൂ, വേണ്ട, കൂടുതൽ പൈസയായിട്ട് പിന്നെ വരുമ്പം ഒരു കടവായിട്ടിരുന്നോട്ടെ, വേണ്ടെന്ന് പറയും. അപ്പോൾ ഒരു നടക്കുമെന്നുള്ള പ്രതീക്ഷ, ഇത്രയും ആളുകളുടെ ഒരു ഉള്ളിലെ ഒരു വിളിയുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെ ഒരു പ്രതീക്ഷയിൽ അങ്ങ് പോകുന്നു. പണം മാത്രം ഒന്നിനും മതിയാവത്തില്ല എന്നുള്ളൊരു ധാരണ വന്നു. എനിക്ക് ഒരു വർഷം ഒരു 5 ലക്ഷം രൂപയെങ്കിലുമൊക്കെ പല വിധത്തിൽ അവാർഡുകൾ കിട്ടാറുണ്ട്. ആ തുക ഞാൻ ചെയ്യുന്നത്, അതിൻ്റെ ഒരു പ്രത്യേക അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ അക്കൗണ്ടിൽ നിന്ന് നിക്ഷേപിച്ചിട്ട് ഈ രോഗികളെ ആശുപത്രികൾ കൊണ്ടുപോയി, ഇപ്പം ഇവിടെ ഈ പ്രദേശത്തുള്ള ആളുകളെ പെട്ടെന്നൊരു അസുഖം വന്നാൽ നിങ്ങൾക്ക് ആശുപത്രിയിലെത്താൻ എത്ര രൂപ വേണം, വണ്ടി വിളിച്ചു പോകാം, ആ തുക ഇവിടുന്ന് കൊടുക്കും. ഈ പ്രദേശത്തുള്ള ആളുകൾ, ഇവിടുത്തെ അല്ല, ഈ നാട്ടുകാർക്ക്. ഇവിടുത്തെ ഒരു സിസ്റ്റത്തിൽ ഓടില്ല. അതിന് ആംബുലൻസ് എല്ലാം ഉണ്ട്. അത് എപ്പോഴും 4 ആംബുലൻസ് എപ്പോഴും റണ്ണിങ് ആണ്, ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇവിടെ ഡോക്ടർമാരുണ്ടെങ്കിലും ഒരു അവസാനം ഒരാൾ മെഡിക്കൽ കോളേജിൽ കിടന്ന് മരിക്കണമെന്ന് നമ്മുടെ ആഗ്രഹം. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഈ പൈസ എല്ലാം ഇങ്ങനെ രോഗികൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി
എന്ന് പറയാനൊന്നുമില്ല, എൻ്റെ കയ്യിലൊന്നുമില്ല, പോക്കറ്റിലൊന്നുമില്ല, എന്നാൽ എൻ്റെ എല്ലാ കാര്യവും നടക്കുന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് പണം അല്ല. പിന്നെ അതേപോലെ അവസാന വാക്ക് എന്ന് പറയുന്നത്. വിദേശങ്ങളിൽ എൻ്റെ ഒരു പ്രതിജ്ഞയാണ്, വിദേശങ്ങളിൽ പോയി പിരിക്കാറില്ല. ഞാൻ ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഖത്തർ പോയിരുന്നു. അവിടെ ചെന്ന് കേരളത്തിലെ ഒരു സംഘടന 2.5 കോടി രൂപ പിരിച്ചു. വലിയ സംരംഭകർ, അവരെ തന്നെ ഞാൻ കണ്ടിരുന്നു. സഹായമൊക്കെ ചോദിച്ചു. ഞാൻ പറയും നിങ്ങൾ സഹായിക്കുന്നേ അവിടെ വന്ന് സഹായിച്ചാൽ മതി. ഞാൻ വെളിയിൽ ഒരിടത്തും പോയിട്ട് ലണ്ടനിൽ പോയപ്പോൾ അവിടെ അവർ പൈസ പിരിച്ചു, ഇവിടെ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ 1 വർഷം കഴിഞ്ഞപ്പോൾ അവരിവിടെ കൊണ്ടുവച്ചു. ഞാൻ അങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്തു. ഒരിക്കലും പോയിട്ട് അത് തുടങ്ങിയപ്പോൾ എൻ്റെ ഒക്കെ പലരും ചോദിച്ചു, ഇയാൾ വിദേശത്ത് പോയി പിരിവെടുക്കാൻ വേണ്ടിയിട്ടില്ല ഈ പരിപാടി. ആൾക്കാർക്ക് സംശയമാണല്ലോ. അത് സംശയം സ്വാഭാവികമാണ്, സംശയം വേണം. പിരിവെടുക്കുന്നവരുണ്ട്. ഞാൻ പറഞ്ഞു 2.5 കോടി പിരിച്ചെന്ന് പറയുന്നത് ഒരാൾ തന്നെ 1 കോടി രൂപ കൊടുത്തു. അദ്ദേഹത്തിന് ഹോട്ടൽ ബിസിനസ്സാണ് പലയിടത്തായിട്ട്. 1 വർഷത്തെ അദ്ദേഹത്തിൻ്റെ ടേൺ ഓവർ 1000 കോടിയാണ്. അങ്ങനെയുള്ള ആൾ 1 കോടി കൊടുത്തു. ആ ആളിൻ്റെ പിന്നെ ഡിന്നർ കഴിക്കാൻ ഞാൻ പോയി. അപ്പോഴാണ് അവിടെ പറഞ്ഞത്, സഹായത്തിന് എന്തെങ്കിലുമൊക്കെ വേണ്ടേന്ന് ചോദിച്ചാൽ നമ്മൾ എന്തെങ്കിലും ഗാന്ധി ഭവനിൽ വരിക തരിക. അങ്ങനെ കുറേ നമ്മളെ ഒരു പ്രിൻസിപ്പിൾ പാലിക്കുന്നുണ്ട്. ഓക്കെ സാർ, ഒരുപാട് സന്തോഷം ഇത്രയും നേരം സംസാരിച്ചതിന്. വലിയ സന്തോഷം. നന്ദി.